What Uday Bhanu? He can't do. അവളെ അതുമാതിരി പാട്ട് വയ്ക്കിற ഇത് ഇല്ലല്ലേ കള്ളൻ ടാസ്മാർക്ക് സോങ് ഇത് ഞാൻ കഴിഞ്ഞു. ദൈവം ഓരോരുത്തരെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞിരിക്കുക, എൻ്റെ ജീവിതം തകർക്കാൻ. ഞാൻ പോയി, സിനിമയും പോയി, കുടുംബവും പോയി. സിനിമയും പോയി. നീ വണ്ടിലോട്ട് കയറി മുഖം കഴിയിട്ട് വന്ന് ചായ കുടിക്കും. ഉദയൻ എപ്പോഴെങ്കിലും എന്നെ ഒരു സുഹൃത്തായി കരുതിയിട്ടുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? കരുതിയിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണം. വിഷമം വിഷമം വരുമ്പോൾ മദ്യപാനത്തിൽ അഭയം പ്രാപിക്കുക എന്നുള്ളത് ഒരു പഴയ ആലോചനയാണ്. കാലാകാലങ്ങളിൽ ഇത് പരീക്ഷിച്ചിട്ടുള്ളവരൊക്കെ നശിച്ചു പോയിട്ടേ ഉള്ളൂ. അങ്ങോട്ടേക്കാണോ ഉദയന്റെയും പോക്ക്? എല്ലാ അർത്ഥത്തിലും ഒന്നുമല്ലാതെ മദ്യപിച്ച് ഫുട്പാത്തിൽ ഛർദ്ദിച്ചാൽ എല്ലാത്തിനും പരിഹാരമായി. ഉദയൻ പ്രതിഭയുള്ളൊരു കലാകാരനാണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. സ്വന്തം ജീവിതത്തിലെ ദുരിതങ്ങളടക്കം തൻ്റെ സൃഷ്ടിക്ക് പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ഒരാൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാവുന്നത്. ഇറ്റ് ഈസ് ത്രൂ ദ പെയിൻ ഓഫ് കോൺഫ്രണ്ടിങ് ആൻഡ് റിസോൾവിങ് പ്രോബ്ലംസ് ദാറ്റ് വി ലേൺ. എൻ്റെ കണ്ടെത്തലല്ല, ചിന്തിക്കുന്നവർ പറഞ്ഞിട്ടുള്ള. നീ ഇങ്ങനെ നശിച്ചു പോകേണ്ടവനല്ല. എനിക്ക് നിന്നിൽ വിശ്വാസം ഉണ്ടടാ. നീ സിനിമ ചെയ്യണം, ഞാൻ മുടക്കം പണം. നീ നിനക്കിഷ്ടം. സംശയം എന്താ? നമുക്ക് നല്ല സിനിമകൾ ഉണ്ടാക്കണം. നീ വലിയൊരു സംവിധാനമാവുന്നത്. സിനിമ ഒരു ബിസിനസ്സും കൂടിയാണെന്ന് ഞാനും മനസ്സിലാക്കും. സിനിമയിൽ ശാശ്വതമായ ശത്രുക്കളില്ലെന്ന് ബേബിക്കുട്ടൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഈ വരുന്ന സെപ്റ്റംബറിലോ സരോജ് സാറിന്റെ ഈ വരുന്ന സെപ്റ്റംബറിൽ വേണമെന്ന് മിസ്റ്റർ ബേബിക്കുട്ടൻ, അടുത്ത 7 കൊല്ലത്തേക്ക് സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിന്റെ ഡേറ്റ് അറിയാമല്ലോ. നിങ്ങൾ മാത്രം അതറിഞ്ഞില്ലേ? ഇതിനിടയിലുള്ള 6 പടങ്ങൾ ഞാൻ നിർമ്മിക്കും. സരോജ് കുമാറിനെ വെച്ച് മറ്റുള്ളവർ മാത്രം കാശുണ്ടാക്കിയാൽ പോരല്ലോ. മാത്രമല്ല 7 കൊല്ലം കഴിഞ്ഞാൽ പുറത്തുള്ള ഒരു കിഴങ്ങനും ഞാൻ ഡേറ്റും കൊടുക്കില്ല. സരോജ് പച്ചാളം പ്രൊഡക്ഷൻസ് കമ്പൈൻഡായി പടങ്ങൾ നിർമ്മിക്കും, വിതരണം ചെയ്യും, കാശും വാരും. എനിക്ക് മിസ്റ്റർ സരോജുമായി നേരിട്ടൊന്ന് സംസാരിച്ചാൽ കൊള്ളാമായിരുന്നു. നേരിട്ടോ? സരോജ് സാറുമായിട്ടോ? ഒരു പ്രയോജനമില്ല. ഞാൻ പറയാതെ അവിടെ ഇല പോലും അനങ്ങില്ല. അല്ല നല്ല പതുക്കപ്പാ, ഞാൻ വെറുതെ 4 നാളാവും. ഓക്കെ മിസ്റ്റർ ബേബിക്കുട്ടൻ, ഞാൻ ബെൻസ് കാറിൽ എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പൊ ഗുഡ് ബൈ. സരോജ് കുമാർ ഒട്ടാറാ என்னடா கலர் பவர் ஸ்டார் மாதிரியா இந்த காசி போட்டு நான் ஓடுவா നമ്മുടെ ബേബിക്കുട്ടനെ കൊണ്ട് മൈൻഡ് ചെയ്യണ്ട. സരോജ്, ഹലോ. ഇത് സരോജ് സാറിന് മാത്രം കയറാനുള്ള ലിസ്റ്റാണ്. അതെ, ഒരതേയും ഇല്ല. നമുക്ക് റെസ്റ്റോറൻറ്റിൽ കയറി വല്ലതും തട്ടി വെച്ച് മുറിയിലോട്ട് പോവാം. ആ ബേബിക്കുട്ടൻ വന്നതിന് ഡേറ്റിന് അല്ല, എന്താ ഹോട്ടൽ കാണാനോ? അയ്യോ, റെസ്റ്റോറൻറ്റ് ഇവിടെ അല്ല, അവിടെയാ. ബേബിക്കുട്ടനോട് ഞാനൊന്ന് സംസാരിച്ചു. 7 കൊല്ലത്തേക്ക് ഡേറ്റ് ഇല്ലാന്ന് ഞാനങ്ങ് പറഞ്ഞു. ആരാ ഡയറക്ടർ? ആരായാലും എന്താ, ഇനി പുറത്തുള്ള നിർമ്മാതാക്കൾക്ക് ഡേറ്റ് കൊടുത്താൽ ശരിയാവില്ല. സരോജ് പച്ചാളം കമ്പൈൻസിന്റെ പടങ്ങൾ മാത്രം മതി. ഈ പകട്ടൊക്കെ എത്ര കാലത്തൊക്കെ ആർക്കറിയാം? ലാസ്റ്റ് ഇറങ്ങിയ മുന്താണി കടവത്ത് വലിയ തേങ്ങാക്കൊല എന്നൊക്കെ പത്രത്തിൽ എഴുതിച്ചെങ്കിലും പ്രൊഡ്യൂസറുടെ അണ്ടം കീറൊന്നാ കേൾക്കുന്നത്. അതുകൊണ്ട് ഉള്ള സമയം കൊണ്ട് മാക്സിമം പണം അടിച്ചെടുക്കണം. അതിന് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നല്ലത്. സാറ്റലൈറ്റ് ഓവർസീസ് എല്ലാം പോലും നല്ല പ്രായം തോന്നുന്നുണ്ട്, ചുളിവും വീണിട്ടുണ്ട്. എത്ര കാലം നിൽക്കാൻ പറ്റും? അതുകൊണ്ട് ഇപ്പൊ തന്നെ എന്തെങ്കിലും ബുദ്ധി. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്താ കഴിക്കാനുള്ളത്? പൊറോട്ട 6 എണ്ണം വിത്ത് മട്ടൺ ഉലത്തിയത് ഫോർ ദ 2 പീപ്പിൾസ്. അത് സാറ് കഴിക്കില്ല? നോ, ആദ്യം ഇതിങ്ങി പോരട്ടെ.
ചെറുപ്പത്തിൽ വേണ്ടത്ര ഇംഗ്ലീഷ് പഠിച്ചില്ല. നമസ്കാരം. ഇരുന്നോട്ടെ, ഡേറ്റ് പേടിക്കണ്ട. ഞാനിപ്പോ വന്നത് ഡേറ്റ് ചോദിക്കാനൊന്നും അല്ല. നമ്മൾ തമ്മിൽ പല പ്രാവശ്യം കണ്ടു, സംസാരിച്ചു. പക്ഷേ എൻ്റെ ഹൃദയം തുറക്കാൻ അപ്പോഴൊന്നും സാധിച്ചില്ല. ഞാൻ സരോജിന്റെ വലിയൊരു ആരാധകനാണ്. എൻ്റെ അച്ഛൻ ബോംബെയിൽ എയർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഒരു ബെഞ്ചിൽ നിന്ന് പഠിച്ച ഞാനും അമീർ ഖാനും. അവൻ വലിയ സ്റ്റാറായി. എടാ ബേബി, നീ എന്നെ വെച്ചൊരു ഹിന്ദി പടം എടുക്കടാന്ന് പലതവണ എന്നോട് അവൻ പറഞ്ഞിട്ടുള്ളതോ. എന്നിട്ടും ഞാൻ അമീറിന്റെ ആരാധകനാണ്. കാരണം ഞാൻ ഏത് കലയെ? ആ കല ഞാൻ സരോജിൽ കാണുന്നു. ഓ, ആ കല. സർ സർ ഇതിനകത്ത് സ്മോക്കിംഗ് പാടില്ല. ഓക്കെ പച്ചാളം, സർ. ഈ ഹോട്ടലിന്റെ മുതലാളിയെ വിളിച്ച് ഇവനെ ഇപ്പൊ തന്നെ ഡിസ്മിസ് ചെയ്യാൻ പറ. ഓക്കെ. പ്രഗത്ഭന്മാരായ ഒട്ടനവധി നടന്മാർ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ പാട്ട്, ഡാൻസ്, ആക്ഷൻ, ഭാവാഭിനയം, ചുരുക്കി പറഞ്ഞാൽ അഭിനയത്തിന്റെ ഒരു സൂപ്പർ മാർക്കറ്റാണ് ഈ സരോജ്. ആ കുറവ് നമുക്ക് നികത്തണം. ഈ അവാർഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പടത്തിൽ കയറി അഭിനയിക്കാൻ കിട്ടുന്ന സാധനമല്ല. അതിന് പറ്റിയ ഒരു കഥയുണ്ടാക്കാം. അത് ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. സരോജിന് എങ്ങനെ ഈ അവാർഡിൽ താല്പര്യമില്ല? ഇല്ലെന്നോ? കൊള്ളാം. കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡിന് വേണ്ടി 10-25 ലക്ഷം കളഞ്ഞതാ. സരോജ് സാർ ഡേറ്റ് കൊടുക്കാത്ത ഒരു പ്രൊഡ്യൂസർ ആയിരുന്നല്ലോ ജൂറി ചെയർമാൻ. അയാളെ ജൂറി ചെയർമാൻ എന്നല്ല വിളിക്കേണ്ടത്. അത് ഞാനും എൻ്റെ ഒരു സുഹൃത്തും. അതാര്? നിങ്ങൾ തമ്മിൽ അറിയും. ഈ പഴയ കാര്യങ്ങൾ മനസ്സിലിട്ടുകൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ. അവനത് മറന്നു. ഉദയനെ പറ്റിയാ ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ വരട്ടെ. എനിക്ക് അപ്പോഴേ സംശയം തോന്നി. എന്റെ കൺമുന്നിലിട്ട് അവൻ ഈ രായപ്പനെ സരോജ് സാറിന്റെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയത്. അവന്റെ മിസ്റ്റർ ബേബിക്കുട്ടൻ, ഞാൻ കഥ മോഷ്ടിച്ചെന്ന് അവൻ നാട് മുഴുവൻ പറഞ്ഞു നടന്നു. പക്ഷെ സത്യം നിങ്ങൾക്കാർക്കും അറിയില്ല. ഞാനും അവനും ഡിസ്കസ് ചെയ്ത് എഴുതിയതാണ് കഥ. അതെങ്ങനെ അവന്റെ മാത്രം കഥയാവും? കഴിഞ്ഞത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞത് കഴിഞ്ഞില്ല. അവന്റെ പേര് ഇനി ഇവിടെ പറഞ്ഞാൽ ഐ സേ യു ഗെറ്റ് ഔട്ട് എന്ന് സാർ പറയും. ഒന്നുകൂടി ചുഴിഞ്ഞ് ആലോചിച്ചത് ഇതിനകത്തൊരു അപകടം പറ്റിയിരിപ്പുണ്ട്. എന്ത്? അവന്റെ തിരക്കഥ അവൻ തന്നെ സംവിധാനം ചെയ്താൽ പടം ഹിറ്റാവും ഉറപ്പാ. രാജപ്പൻ ഡേറ്റ് കൊടുത്തില്ലെങ്കിൽ അവൻ മറ്റാരെങ്കിലും വെച്ച് പടം എടുക്കും. ആ നായകൻ കയറി സ്റ്റാർ ആകുകയും ചെയ്യും. അത് നമുക്ക് ക്ഷീണമല്ലേ? പിന്നെ നിർമ്മാതാക്കൾ മുഴുവൻ അവന്റെ പുറകെ പോവും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് രാജപ്പൻ ഡേറ്റ് കൊടുക്കുന്നതല്ലേ? അത് നല്ലതാണെന്ന് മാത്രമല്ല, അവനെ ഒതുക്കാനും ഇത് തന്നെയാണ് ഏറ്റവും നല്ല വഴി. ഞാൻ സ്വപ്നം കണ്ട് നടന്ന മധുമതിയെ കൊണ്ടുപോയി തോലച്ചവൻ. ബേബിക്കുട്ടൻ റിസപ്ഷനിലോ റെസ്റ്റോറന്റിലോ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ ചെന്ന് വിളിക്കാം. 5 മിനിറ്റ് ലേറ്റ് ആണല്ലോ. ജറൂസ് സാർ ജിമ്മിംഗ് ഉള്ളിലോട്ട് പോയിരിക്കുക. ഇയാളല്ലേ ഡയറക്ടർ? അതെ. എന്തിനാ ഇപ്പൊ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു? സരോജ് സാറിനെ മൂഡ് ഔട്ട് ആക്കാൻ ഞാൻ പറഞ്ഞു ഒരു വിധത്തിൽ സമ്മതിപ്പിച്ചെടുത്തിരിക്കുക. അതിനിടയിലായി എന്നെ കാണുമ്പോൾ അവനെന്തിനാ മൂഡ് ഔട്ട് ആകുന്നത്? അതിന് ഞാൻ അങ്ങോട്ട് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്താ പറഞ്ഞത്? അവനാ സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ. അവനെന്ന് വിളിക്കാൻ മാത്രം എന്താ വളർന്നോ? അവരൊരുമിച്ച് ഒരു മുറിയിൽ കഴിഞ്ഞിരുന്ന കൂട്ടുകാരല്ലേ പച്ചാളം? അത് പണ്ടങ്ങനെ പലതും സംഭവിച്ചിരിക്കും. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പണ്ട് ബസ് കണ്ടക്ടർ ആയിരുന്നു എന്ന് വെച്ചാൽ അന്ന് കൂടെ ജോലി ചെയ്യുന്ന കണ്ടക്ടർമാർ ഇപ്പൊ കയറി വന്ന് എന്തൊക്കെയുണ്ടോ രജനീകാന്തേ എന്ന് ചോദിച്ചങ്ങനെ ഇരിക്കും. അല്ല, ഞാൻ എന്നെ കാണുമ്പോൾ മൂഡ് ഔട്ട് ആകുന്ന ആള് ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ എങ്ങനെ അഭിനയിക്കും? ഒരു തർക്കത്തിനല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. മിസ്റ്റർ പച്ചാളം, നായകനായിട്ട് അഭിനയിക്കുന്ന ആളും സംവിധായകനും തമ്മിൽ ഒരു ധാരണയായെങ്കിലല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകും. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ പുറകോട്ടേ പോകൂ. ഇത് പണിതാണോ വാങ്ങിയതാണോ? ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. ബീച്ചിലൊരു ബംഗ്ലാവ് പണിയുന്നുണ്ട്. ഫ്ലോറും ചുവരും ഒക്കെ ഇറ്റാലിയൻ മാർബിളാ. പക്ഷെ ഇറ്റാലിയൻ മാർബിളിനൊക്കെ എന്താ ഇപ്പൊ വില? ഫർണിച്ചർ മൊത്തം ഫ്രാൻസിൽ നിന്നാ. ഷാൻലിയർ തായ്ലൻഡ്. എല്ലാം തീപിടിച്ച വിലയാ. സൂപ്പർ താരങ്ങൾ പ്രതിഫലം കൂട്ടുന്നു എന്ന് എല്ലാവർക്കും പരാതിയാണല്ലോ. ഇത് പറയുന്നവന്മാര് വിചാരിച്ചാൽ ഇറ്റാലിയൻ മാർബിളിന്റെയും സ്കോച്ച് വിസ്കിയുടെയും വില കുറയ്ക്കാൻ പറ്റുമോ? സരോജ് സാറിനാണെങ്കിൽ രാവിലെ റോയൽ സല്യൂട്ട്, ഉച്ചയ്ക്ക് ബ്ലാക്ക് ലേബൽ, രാത്രി പിന്നെ ശിവശ്രീകൾ. ഓരോന്നൊഴിക്കട്ടെ? ഇപ്പൊ വേണ്ട. ഹലോ, ഉണ്ടല്ലോ കൊടുക്കാൻ. മന്ത്രി പൊതുമരാമത്ത്. എന്തൊക്കെയുണ്ട് ആശാനെ? ഈ പാവങ്ങളെ ഒന്നും മറന്നിട്ടില്ല അല്ലേ? അയ്യോ, എന്ന് അന്ന് ഞാൻ ഉസ്ബെക്കിസ്ഥാനിലാണല്ലോ അല്ലേ? എന്ന് അടുത്ത ദിവസം ഞാൻ കോപ്പൻഹാഗനിലേക്ക് പോവുകയാണ്. അത് ഞാൻ അവിടുത്തെ സർക്കാരിന്റെ അതിഥിയായിട്ട്. നേരിട്ട് വരാൻ പറ്റിയില്ലെങ്കിലും വേറെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തെളിച്ച് പറയണ്ട കുട്ടാ. പറ. ഓക്കെ, അതിനെന്താ? പിന്നെ അടിമാലി മൂന്നാർ റോഡ് വേഗം ഒന്ന് നന്നാക്കി തരണേ. എനിക്ക് ഇടയ്ക്കിടെ ആ വഴി പോകാനുള്ളതാ. ഇതിപ്പോ തന്നെ ശരിയാക്കിയേക്കാം. ഓക്കെ. പച്ചാളം, ഇന്ന് തന്നെ 2 ലക്ഷത്തിന്റെ ഡ്രാഫ്റ്റ് എടുത്ത് മൂപ്പർക്ക് അയച്ചു കൊടുക്കണം. ഏതോ അനാഥ മന്ദിരത്തിന്റെ ആവശ്യത്തിന്. കണ്ടില്ലേ, താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ട്, പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? സത്യം പറയാലോ,
ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ചില മാസങ്ങളിൽ 2 വരെ പോവും. അതേത് മാസം? ഏപ്രിൽ. അതാ പറയുന്നത്. ശമ്പളത്തിന് ഞങ്ങളുടെ വിഷമങ്ങൾ കൊടുക്കുന്ന നിർമ്മാതാക്കൾ കൊള്ളടാ. മനസ്സിലാക്കുന്നില്ല. പോട്ടെ, ഞങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞു നേരം ഞാൻ കളയുന്നില്ല. പച്ചാളം, സാർ. ഓബറോയ് ഹോട്ടലിൽ വിളിച്ച് എന്റെ ലഞ്ച് കൊണ്ടുവരാൻ പറയൂ. നിങ്ങൾക്ക് ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കൊടുത്തയച്ച തിരക്കഥ എന്റെ PA വായിച്ചു. കുറേ തിരുത്തലുകൾ വേണ്ടിവരും. ഉദാഹരണത്തിന്, എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു രംഗമുണ്ടല്ലോ, അത് നടക്കില്ല. അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലീസുകാരെ എനിക്ക് ഇടിക്കണം, ഇടിച്ചിടിച്ച് നിലം പരിശാക്കണം, എന്നിട്ട് ഞാൻ സ്ലോ മോഷനിൽ നടന്നു പോകും. അപ്പോൾ തിയേറ്ററിൽ ഭയങ്കര ക്ലബ്സ് ആയിരിക്കും. അറസ്റ്റ് ചെയ്താലല്ലേ കഥ മുന്നോട്ട് പോകും. എന്നാര് പറഞ്ഞു? എങ്ങനെ വേണമെന്ന് ഞാൻ പറഞ്ഞു തരാം. പോലീസുകാരെ ഇടിച്ച് സ്ലോ മോഷനും കഴിഞ്ഞ് ഞാൻ നേരെ പോവുകയാണ് DGPയുടെ ഓഫീസിലേക്ക്. എന്നിട്ട് 2 കൈയും നീട്ടി ഞാൻ പറയുന്നു, എന്നെ അറസ്റ്റ് ചെയ്യൂ. അതില്ലേ ഹീറോയിസം? അല്ലാതെ കുറെ പീറ പോലീസുകാർ കയറി വന്ന് എന്നെ അറസ്റ്റ് ചെയ്താൽ എന്റെ ഓഡിയൻസ് സഹിക്കില്ല. പോലീസിനെ ഇടിക്കുക എന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രം മനുഷ്യനൊന്നും അല്ലല്ലോ. പക്ഷെ അഭിനയിക്കുന്നത് ഞാനല്ലേ. എന്റെ ഇമേജ് എനിക്ക് നോക്കണ്ടേ? അതിരിക്കട്ടെ, ഈ സിനിമയിൽ എനിക്ക് എത്ര സീനുണ്ട്? ഒരു 51ഓളം വരും. അപ്പൊ 51 കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചോളൂ. ഓരോ സീനിലും മാറ്റി മാറ്റി വെക്കാൻ. ഈ കഥാപാത്രം കഥാപാത്രത്തെ വിടൂ. കഥാപാത്രത്തെ വിട്ടിട്ടുള്ള സിനിമയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിൽ അഭിനയിക്കാൻ വേറെ ആളിനെ നോക്കിക്കോളൂ. എന്താ ഇത് ഉദയ? ഇതൊരു வேற ஆக்டர் இல்லையா? ஏதோ பிளான் பண்ணிடுறீங்கடா. ഇതൊരു ടോപ്പ് സ്റ്റാർ വെച്ച് പടം ചെയ്യാൻ വന്നത്. എനിക്ക് ലക്ഷക്കണക്കിന് ആരാധകരുടെ പിൻബലമുള്ളതുകൊണ്ട് അത് വിറ്റ് നിങ്ങൾക്ക് കാശാക്കണം. അല്ലാതെ ഞാൻ സ്റ്റാനിസ്ലോവിയുടെ പുസ്തകം പഠിച്ചത് കൊണ്ടൊന്നല്ലല്ലോ. കോഴിക്കേ മുല വന്നു, മനസ്സിലായല്ലോ. മിസ്റ്റർ സരോജ്, നമ്മൾ എന്തായാലും ഈ പടം ചെയ്യുന്നു. എല്ലാം നമുക്ക് ചർച്ച ചെയ്ത് വേണ്ട പോലെ ചെയ്യാം. അല്ലല്ല, പറയുമ്പോ എല്ലാം പറയണമല്ലോ. ഞാൻ ഈ പടം ചെയ്യുകയാണെങ്കിൽ ഞാൻ സെറ്റിലെത്തിയാൽ പഴയ ഓർമ്മ വെച്ച് പഴയ പേര് വിളിക്കുക, അതൊന്നും നടക്കില്ല. പിന്നെ പാറശാല മുതൽ കാസർഗോഡ് വരെ പടത്തിന്റെ ഒരു 50 ഫ്ലക്സ് വെക്കണം. അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ. എന്റെ തല, എന്റെ ഫുൾ ഫിഗർ, എന്റെ തല, എന്റെ ഫുൾ ഫിഗർ, അങ്ങനെ അങ്ങനെ അങ്ങനെ. നീ അഭിനയിക്കാൻ ഇത് വെറും തുടക്കമാണ്. ബാക്കി നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. 17-ാം തീയതി ഷൂട്ടിംഗ് തുടങ്ങണമെങ്കിൽ നിങ്ങളുടെ ആർട്ടിന്റെ സെക്ഷൻ 1-ാം തീയതി മുതൽ സെറ്റിന്റെ പണികൾ ആരംഭിക്കണം. 1-ാം തീയതി മുതൽ 3 മുറി ഞാൻ അവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. താമസം സ്റ്റുഡിയോക്കകത്ത് തന്നെയാണോ? ശശി, റാമോജി റാവു ഫിലിം സിറ്റി എന്ന് പറഞ്ഞാൽ ഒരേ സമയം 10-15 ഫിലിം ക്രൂസിനെ മുഴുവൻ താമസിപ്പിക്കാൻ സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. ഹൈദരാബാദ് സിറ്റിയിൽ നിന്ന് അവിടം വരെ ദിവസേന കാർ ഓടിച്ചു പോകേണ്ട കാര്യമില്ല. 5 സ്റ്റാർ ഹോട്ടലുണ്ട്, സാധാരണ ഹോട്ടലുണ്ട്, ട്രാൻസ്പോർട്ടേഷന് ധാരാളം വാഹനങ്ങളുണ്ട്. നിങ്ങൾക്ക് ഷൂട്ടിങ്ങിന് എന്തൊക്കെ വേണം എല്ലാം അവിടെയുണ്ട്. സരോജ് കുമാറിന്റെ കൂടെ 8 സഹായികളാണ് വരുന്നത്. 2 തിരുമുകാരി, ഇതിനൊക്കെ എങ്ങനെ താങ്ങുമെന്ന് എനിക്കൊരു നിശ്ചയവും. ഇവനൊക്കെ മലയാള മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവനെ പോലെ മൂഡ് താങ്ങുന്നത് നിങ്ങൾ തന്നെയാണല്ലോ. നിവർത്തികേട്. ഒരു കാര്യം മറന്നുപോയി, നമ്മുടെ ഹീറോയിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ശരിയായിട്ടില്ല. ഞാനൊന്ന് ട്രാവൽസ് വരെ പോയിട്ട് വരാം. അല്ലെങ്കിലും സെറ്റ് കാണാൻ ഞാൻ വരേണ്ട കാര്യമില്ല, ഉദയം നോക്കിയാൽ മതി. സെറ്റ് എങ്ങനെയുണ്ട് നമ്മുടെ സെറ്റ്? இப்போ ஸ்டைல் ஆயிட்டாரு பத்தியா? അതെന്താ? கண்ணாடி வந்து இந்த அங்கிள் ஷர்ட்ஸ்லாம் போட்டு ഫിലിം സിറ്റിയിൽ നമുക്ക് ഈ പടം ഷൂട്ട് എന്ത്? അതേ നടക്കും. ദയവ് ഇത് എത്രയും പെട്ടെന്ന് ഉദയൻ എന്താ ഭ്രാന്തുണ്ട്? മറ്റന്നാൾ ഷൂട്ടിംഗ് തുടങ്ങാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കാശ് എത്ര നഷ്ടം വരുമെന്ന് അറിയാവോ? എന്താ ഇപ്പൊ ഇവിടുത്തെ പ്രോബ്ലം? എനിക്കാണ്. ഒരു സംവിധായകന്റെ മനസ്സാണ് അയാളുടെ സിനിമ. മനസ്സ് നേരെ നിന്നില്ലെങ്കിൽ എല്ലാം നഷ്ടമായി പോകും. ബേബിക്കുട്ടിനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടില്ലേ? അവൾക്ക് വേണ്ടിയാണ് ഞാൻ സിനിമ പോലും ഉപേക്ഷിച്ചത്. ഒരു ഹോട്ടൽ ജോലിക്കാരനായത്. എന്നെ പുറംകാലുകൊണ്ട് തട്ടിക്കളഞ്ഞു പോയവൾ ഏതൊരു തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഇവിടെയോ? അവളുടെ സാന്നിധ്യമുള്ള ഒരു സ്ഥലത്ത് ഞാൻ എങ്ങനെ എൻ്റെ സിനിമ ഷൂട്ട് ചെയ്യും? മനസ്സിലായി. അന്വേഷിച്ചപ്പോൾ ഇനിയും കുറേ നാൾ അവർക്കിവിടെ ഷൂട്ടിംഗ് ഉണ്ടത്രേ. അതുകൊണ്ട് എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ബേബിക്കുട്ടിന് കഴിയുന്നില്ല. ലക്ഷക്കണക്കിന് സിനിമ എടുക്കണം. ആ സിനിമയോട് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാൾ മറ്റൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല, ആലോചിക്കാൻ പാടില്ല. ഞങ്ങൾ ഇവിടെ വെച്ച് തമ്മിൽ കാണേണ്ടി വന്നാൽ എനിക്ക് എൻ്റെ നിയന്ത്രണം വിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ? നാണമില്ലേ നിനക്കിങ്ങനെ സംസാരിക്കാൻ? അറിയുന്നോട്ട പ്രൊഫഷണൽ 10-12 കൊല്ലം സഹസംവിധായകനായിട്ട് ചൊരച്ചിട്ട് ഇതാണോ നീ സിനിമയെ കുറിച്ച് മനസ്സിലാക്കിയത്? വേണ്ട, ഷൂട്ട് ചെയ്യണ്ട. വ്യക്തിപരമായ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചതിന് ശേഷം ഷൂട്ട് ചെയ്യാം.
ടെൻഷൻ எத்தனை வருஷம் ஒன்னா இருந்தாங்க வருஷம் അല്ലെങ്കിൽ NTR യൂണിവേഴ്സിറ്റി പോ. അവിടെ 7-8 படம் நஷ்டம்னா குழந்தை கூட இது கொண்டு അവിടെ മധുമതി വന്നാൽ அவ உள்ள போகுது തീരുമാനിച്ചവൻ ജീവിതാവസാനം വരെ ഓടിക്കൊണ്ടേയിരിക്കും. அவர் சொல்றதும் கரெக்ட் தான் எம்ஜிஆர் போயிட்டு அங்க வந்துட்டாங்கன்னா challenge. இல்ல തമ്മിൽ കണ്ടാൽ എന്തിനാ ഇഷ്യൂ ഉണ്ടാവുന്നത്? ഇഷ്യൂ ഉണ്ടാവണോ ഉണ്ടാവണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. 17ஆம் தேதி ஷூட்டிங்கு 1ஆம் தேதி செட்டு போட ஆரம்பிச்சிடும். മറ്റന്നാ ഷൂട്ടിംഗ് തുടങ്ങും. മറ്റൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. ശരിയാ, വെറുതെ ആളുകളുടെ ശ്രദ്ധ ഒബ്ജക്റ്റിലേക്ക് തിരിയും. ഫ്രെയിം കുറച്ചൊന്ന് കോമ്പാക്റ്റ് ആവണ്ടേ? നമ്മൾക്കിടയിൽ എന്തോ ഒരു അകൽച്ച ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. ചെയ്യാൻ ഇവിടെ എത്തണമെന്ന് പുറക്ഷന്മാരോട് പറഞ്ഞപ്പോൾ എനിക്ക് കരച്ചിലാവുന്നത് സന്തോഷം കൊണ്ട്. രാവിലെ നടന്നൊന്നുമല്ലല്ലോ, എത്ര കാലം ചാൻസ് അന്വേഷിച്ച് തണ്ടാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാ റോളുണ്ടെന്നും പറഞ്ഞ് ഒരാളെന്നെ വിളിക്കുന്നത്. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് സംസാരിക്കും. ஒரு நாள் வச்சு மரியாதை பார்த்தா யுதா அவங்களுக்கு அப்பா പണിമുള്ളത്. ഉദയ, ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്താണെന്നറിയോ? ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ഇല്ലേ, ഒരെണ്ണത്തിന് ഒരു മലയാളി ലുക്കില്ല. ആന്ധ്രാക്കാർക്ക് മലയാളി ലുക്ക് വേണമെന്ന് വാശി പിടിക്കാൻ പറ്റുമോ? കുഴപ്പമൊന്നുമില്ല, അവരുടെ ഫേസ് ഒന്നും അങ്ങനെ ഫോക്കസ് വരുന്നില്ല. നമസ്കാരം സാർ. നമസ്കാരം. ബാലേഷ, ആ കാർ എടുക്കണ്ട, ചിലപ്പോ ഇവിടെ ആവശ്യം വരും. മാരുതി എടുത്തോളൂ. ആ താക്കോൽ എന്റെ കയ്യില. ഇരിക്കെ റഫിക്കെ. അയ്യോ, ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞു. എന്താ ഉദയനും മധുമതി തമ്മിൽ? അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ. എന്നാലും നമ്മുടെ രാജപ്പൻ കയറിയൊരു കയറ്റോ എനിക്ക് സന്തോഷം. ഇതയാ ദേഷ്യമൊക്കെ മറന്ന് നിങ്ങൾ ഒന്നായല്ലോ. അവൻ സ്റ്റാർ ആയതിനു ശേഷം റഫീഖ് അവനെ കണ്ടിരുന്നു. എവിടെന്ന്? ഒന്ന് കാണാൻ കൊതിച്ചിരിക്കുക ഞാൻ. ഉദയന് ദ്രോഹം ചെയ്തെങ്കിലും പാവം എന്തുമാത്രം അലഞ്ഞു. പക്ഷെ ഒന്നും കേട്ടോ, അന്നേ അവന് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. അവൻ ഉദ്ദേശിച്ച സ്ഥലത്ത് അവൻ എത്തി. അവൻ ഇനി എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കറിയാം. ചേർ അങ്ങോട്ട് കൊണ്ടുവയ്ക്കോ. ഹലോ പച്ചാളം. അതെ അതെ, ഹൈദരാബാദ് രാമുജി റാവു ഫിലിം സിറ്റിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഡയറക്ടറോ? അതൊരു പുതിയ ആളാ, ഒരു ഉദയഭാനു. അയാളെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി സരോജ് സാറ് ഡേറ്റ് കൊടുത്തു. അതൊന്നും പറയാൻ നോക്കൂല. അയാളുടെ ഡയറക്ഷൻ ശരിയല്ലെങ്കിൽ സരോജ് സാർ ആപ്പ പ്ലെയിൻ കയറി സ്ഥലം വിടും. സ്വഭാവം അറിയാമല്ലോ. മുന്തിരിത്തോട്ടം 200 ഏക്കർ എന്നല്ലേ പറഞ്ഞത്? വാ കുറപ്പിച്ചോ, അഡ്വാൻസ് നാളെ തന്നെ എത്തിച്ചേക്കാം. മൂപ്പരുടെ വാക്കെന്ന് പറഞ്ഞ അയ്യോ സരോജ് സാർ ബെൻസ് കാർ വന്നോണ്ടിരിക്കണം. ബെൻസ് കാറില് ഞാൻ പിന്നെ വിളിക്കാം. ഗായത്രി കൂടുതൽ സുന്ദരിയായിരിക്കുന്നല്ലോ. നാട്ടുമാങ്ങ എന്ന് പറയുന്ന പടത്തിൽ അഭിനയിക്കുമ്പോൾ ഇത്രയും കളറില്ലായിരുന്നു. അതോ ഇപ്പൊ ഇത്തിരി മേക്കപ്പ് കൂടുതൽ ഇട്ടതാണോ? നമസ്കാരം സാർ. ഷൂട്ടിങ്ങിനിടയിൽ സരോജ് സാറിന് കഴിക്കാനുള്ള ഐറ്റംസ് എല്ലാം റെഡിയായോ? പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും വേണമെന്ന് ആരും പറഞ്ഞില്ല സാർ. അതാരെങ്കിലും പറയണോ? മലയാള ഇൻഡസ്ട്രിക്ക് മൊത്തം അറിയാവുന്ന കാര്യങ്ങളല്ലേ. എഴുതിക്കോളൂ. ലഞ്ചിനും ഡിന്നറിനും വേണ്ട വിഭവങ്ങൾ പ്രിന്റ് ചെയ്തത് ഞാൻ തരാം. ഇതല്ലാതെ ഉള്ളതാണ്, എഴുതിക്കോളൂ. ഇളനീർ 30, ആസ്ട്രേലിയൻ ആപ്പിൾ 20, ബദാം കേക്ക് 1 കിലോ, കാഡ്ബറീസ് ബിസ്ക്കറ്റ് 10 പാക്കറ്റ്, പ്ലാച്ചിമട 10 ബോട്ടിൽ. പ്ലാച്ചിമട? അതെ, പ്ലാച്ചിമടയിൽ ഉണ്ടാക്കുന്ന ഒരു പാനീയം ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര് മറന്നു. അതിൽ വിഷാംശം ഉണ്ടെന്നാണല്ലോ കേൾക്കുന്നത് പച്ചാളം. അയ്യോ അത് വേണ്ട, പകരം കരിമ്പിൻ ജ്യൂസിൽ പാലും അണ്ടിപ്പരിപ്പും ചേർത്തെടുക്കട്ടെ. അതിൽ കുറച്ച് കുങ്കുമപ്പൂ കൂടി ചേർത്തോളൂ. കുങ്കുമപ്പൂ. ഗായത്രി കുങ്കുമപ്പൂ കഴിക്കാറില്ലേ? ഇല്ല സാർ. അയ്യോ, കളർ വരാൻ ഇത്രയും നല്ല സാധനമില്ല. ഇതാ എന്നെ നോക്കൂ. രായപ്പാ, എടോ 10 പാക്കറ്റ്. അതെ, തൽക്കാലം അത്രയും മതി. രായപ്പനെ മനസ്സിലായില്ലേ? ഞാൻ റഫീഖാണ്. റഫീഖ്. ഓ ഗോഡ്, എനിക്ക് കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ സമയമായി. ആരും എന്റെ അടുത്തേക്ക് വരരുത്. ആരും അടുത്തേക്ക്. പച്ചാളം സാർ, എന്നെ രാജപ്പാന്ന് വിളിച്ചവനെ സൂത്രത്തിൽ ഇങ്ങോട്ടൊന്ന് വിളി. പെരുമാറണോ? പറയാം. താനെന്തിനൂടെ വന്നു? ഉദയനൊരു വേഷം തന്നു. അല്ലാതെ ഗായത്രിയുടെ മുമ്പിൽ വെച്ച് രാജപ്പാന്ന് വിളിച്ച് എന്നെ നാറ്റിക്കാൻ ഉദയൻ വിട്ടതല്ല. രാജപ്പനെ രാജപ്പാന്ന് വിളിച്ച നാറ്റാവുന്നത് എങ്ങനെയാ? അത് നാറ്റമാണ്. വേർട്രികളായ എൻ്റെ അച്ഛനമ്മമാർ എന്നോട് ചെയ്ത ചതി. ഇപ്പൊ ഞാൻ സരോജ് കുമാറാണെന്നറിയില്ലേ? എൻ്റെ നിലയും വിലയും മനസ്സിലാക്കി പെരുമാറിയില്ലെങ്കിൽ ഈ പടത്തും തന്നെ കട്ട് ചെയ്തളയും. ഓക്കെ, മോർണിംഗ്. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാല്ലേ സാർ? ഓക്കെ, എന്താണ് സീന്? ദേവിയുടെ അച്ഛൻ്റെ സുഹൃത്താണല്ലോ രാമഭദ്രൻ. ഏത് ദേവി? ഏത് രാമഭദ്രൻ? ദേവിയായിട്ട് അഭിനയിക്കുന്നത് പിന്നെ ഗായത്രി. രാമഭദ്രൻ അത് ഞാനായിരിക്കും. എന്നിട്ട് ഗായത്രി, ദേവിയുടെ അച്ഛൻ ആകസ്മികമായി മരിച്ചതിന് ശേഷം
നിരാലംബയായ ദേവിയെ രാമഭദ്രൻ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ട്രെയിനിൽ വെച്ചുള്ള രാമഭദ്രന്റെ പെരുമാറ്റം ദേവിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവൾ ഇടയ്ക്ക് ഏതോ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. ആ സീനിന് ശേഷം ഒരു മാസം കഴിഞ്ഞ് ദേവിയും രാമഭദ്രനും അവിചാരിതമായി കണ്ടുമുട്ടുന്നു. ആ സീനാണ് ഇപ്പോൾ എടുക്കുന്നത്. രാമഭദ്രൻ അന്നത്തെ സംഭവത്തിൽ ദേവിയോട് മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ മാപ്പ് ചോദിക്കാണ്? അത് ഇത്തിരി പോകുന്ന ഒരു പെണ്ണിനോട് ഞാൻ ഇന്ന് വരെ ഒരു സിനിമയിലും ആരോടും മാപ്പ് ചോദിച്ചിട്ടില്ല, അറിയാമോ? സരോജ് സാറിന്റെ ആരാധകർ സ്ക്രീൻ വലിച്ച് കീറും. വേണമെങ്കിൽ അവൾ എന്നോട് മാപ്പ് ചോദിക്കട്ടെ, ട്രെയിനിൽ നിന്ന് സമ്മതമില്ലാതെ ഇറങ്ങിപ്പോയതിന്. അതാണ് അതിന്റെ ശരി. സീൻ മാറ്റി എഴുതൂ. അത് മിസ്റ്റർ സരോജ്, ദേവി എല്ലാത്തിനും മാപ്പി ചോദിക്കുന്ന വേറൊരു സീൻ നമ്മൾ എടുക്കുന്നുണ്ട്. മാത്രവുമല്ല, മിക്ക കഥാപാത്രങ്ങളും ഒടുവിൽ സരോജിനോട് മാപ്പ് പറയുന്ന സീനും ഉണ്ട്. ഓ ഓക്കെ ഓക്കെ, സമ്മതിച്ചു. അപ്പൊ രണ്ടുപേരും സംസാരിച്ച് നിൽക്കുകയാണ്. നമ്പർ 24 ലെൻസ് ഇട്ടിട്ട് ക്യാമറ ക്രെയിനിൽ എടുത്ത് വെച്ചോളൂ. ക്യാമറ ട്രാക്ക് ആൻഡ് ട്രോളിയിലാണ്. ആരോട് ചോദിച്ചിട്ട്? സാറിന്റെ എല്ലാ പടത്തിലും സാറാണ് ക്യാമറ വെക്കുന്നത്. ഞാനാണല്ലോ ഈ പടം സംവിധാനം ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് താൻ എന്തിനു ഉദ്ദേശിക്കുന്നു? കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ വിജയഭാനു എന്ന് പറയുന്ന സംവിധായകനെ ക്യാമറ ക്രെയിനിൽ എടുത്ത് വെക്കൂ. അല്ല, എന്താണെന്നറിയോ മിസ്റ്റർ സരോജ്, ഈ സീനിന് മുമ്പ് വരുന്ന 2 സീനുകളിലും ക്യാമറ മുഴുവൻ സമയം ക്രെയിന്റെ മേളിലാണ്. അപ്പൊ അതുകൊണ്ടാ ഈ സീനില്. ആണോ? അതാദ്യം സാറ് ക്യാമറ വെക്കാതെ ഷോട്ട് ശരിയാവും. ഈ കിഴങ്ങനെ ഓരോന്നിനും തർക്കിക്കാൻ നിന്നാ പിന്നെ അതിനെ സമയം കാണത്തുള്ളൂ, ഷൂട്ടിംഗ് നടക്കത്തില്ല. ഓക്കേ, എവരിബഡി ഗെറ്റ് റെഡി. ഹായ് മധുമതി. വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഇത് എങ്ങനെ ഇവിടെ എത്തി? വല്ല പടത്തിന്റെ ഷൂട്ടിംഗ്? ഓക്കേ ഓക്കേ, ഐ വിൽ കം ഡൗൺ, പ്ലീസ് വെയിറ്റ്. ആ വിളി മറന്നില്ല. ഞാൻ പറഞ്ഞതാണ് എന്നെ അങ്ങനെ വിളിക്കരുത് എന്ന്. എന്തൊരകൽച്ചയാണ് ആ വാക്കിന്. മാത്രമല്ല, ഞാൻ സൂപ്പർ സ്റ്റാർ ആവുന്നതിന് എത്രയോ മുമ്പ് മധു സ്റ്റാറാണ്. കോടിക്കണക്കിന് ആളുകൾ എന്നെ ആരാധിക്കും. ആ ഞാൻ ആരാധിക്കുന്നതോ മധുമതിയെ. ഫ്ലാറ്ററിംഗിൽ താല്പര്യമുള്ളവരോട് പോരെ സാർ ഇതൊക്കെ? ഓ നോ നോ, അങ്ങനെ പറയരുത്. ഒരു കാര്യത്തിലെ മധുമതിയോട് എനിക്ക് വിഷമം തോന്നിയിട്ടുള്ളൂ. ആ ഉദയനെ വിശ്വസിച്ചത്. ആ തെറ്റ് തിരുത്തിയെന്നറിഞ്ഞപ്പോൾ ഐ വാസ് ഹാപ്പി. ആ കിഴങ്ങനോടുള്ള ഇഷ്ടം കൊണ്ടല്ല ഞാൻ അവന്റെ പടത്തിൽ ഇപ്പോൾ അഭിനയിക്കുന്നത്. ഐ വാണ്ട് ടു ടീച്ച് ഹിം സം ലെസൺസ്. ഏത് പടത്തിൽ അഭിനയിക്കുന്ന കാര്യമാ പറഞ്ഞത്? അവന്റെ പടം തന്നെ. ഓ, മധു അറിഞ്ഞില്ലായിരിക്കും. ഞാൻ ഡേറ്റ് കൊടുത്തതോടെ അവൻ കയറി ഫേമസ് ആയില്ലേ. ഇവിടെ അതിന്റെ ഷൂട്ടിംഗ് നടക്കുകയാണിപ്പോ. ബട്ട് മധുമതിക്ക് വേണ്ടിയും ഞാൻ അവനോട് കണക്ക് തീർക്കും. എന്താണ് നിങ്ങൾ തമ്മിൽ പിരിയാൻ കാരണം? എനിക്കൊന്ന് കുളിക്കണമായിരുന്നു. ഓക്കെ ഓക്കെ, വിശദമായി പിന്നീട് സംസാരിക്കാം. കം ഇൻ പ്ലീസ്. അതെ, ഈ വെള്ളിയാഴ്ച റിലീസ് ചെയ്ത വട്ടവിള ജയകുമാർ അഭിനയിച്ച ഒരു പടമില്ല, എന്താ അതിന്റെ പേര്? ദോശരാഘവൻ. അത് സൂപ്പർ ഹിറ്റാണ്. ചതിച്ചോ? ഉടനെ ഒരു പണി ചെയ്യും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എന്റെ ഫാൻസ് അസോസിയേഷൻ കിഴങ്ങന്മാരില്ലേ, അവന്മാരെ വിളിച്ച് ദോശരാഘവൻ കളിക്കുന്ന എല്ലാ തിയേറ്ററിലും എല്ലാ ഷോയ്ക്കും 30 പേരെ വെച്ച് കയറ്റാൻ പറ. എന്നിട്ട് സ്ക്രീനിൽ വട്ടവിള വരുന്ന സമയത്തൊക്കെ ആഞ്ഞു കൂവാൻ പറ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. മലയാള സിനിമയിൽ തൽക്കാലം ഒരു സൂപ്പർ സ്റ്റാർ മതി. അത് മതി. എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തോളാം. കൊല്ലത്ത് നിന്നോ മറ്റോ ഫിലിം സിറ്റി കാണാൻ കുറച്ച് ടൂറിസ്റ്റുകൾ സരോജ് സാറിനെ കാണുമെന്ന് പറഞ്ഞ് പുറത്ത് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക. 1-ാം ബാൽക്കണി ചെന്ന് നിന്നാൽ മനുഷ്യൻ ഇവിടെ സ്വസ്ഥതയില്ലാതെ നിൽക്കുമ്പോൾ അവർ പോകുന്ന മട്ടില്ല. എന്തോ ചെയ്യുമെന്ന് പറ. ആരാധകർ നാറികൾ. ഈ ഹൈദരാബാദിൽ ഇവറ്റകൾ സ്വയം തരില്ല എന്ന് വെച്ചാൽ ആരാധകർ വെട്ടുകിളികളെ പോലെയാണ്. ശല്യം ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഓടിച്ചില്ലെങ്കിൽ നമ്മുടെ കൃഷി അപ്പാടെ നശിപ്പിച്ചു കളയും. 1000 അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ്. നിങ്ങളാണ് എന്നെ വളർത്തിയത്. നിങ്ങൾ തന്ന ഊർജമാണ് ഈ സിരകളിലൂടെ ഒഴുകുന്നത്. ഞാൻ ടൈഫോയിഡ് പിടിപെട്ട് കിടക്കുകയായിരുന്നു. നിങ്ങളുടെ ശബ്ദം എന്നെ ഉണർത്തി. നിങ്ങൾക്കില്ലാത്ത ടൈഫോയിഡ് എനിക്കെന്തിന്? ദയവ് ചെയ്ത് ഇനി എന്നെ വിശ്രമിക്കാൻ അനുവദിക്കൂ. നമുക്ക് കേരളത്തിൽ വെച്ച് കാണാം. ഗുഡ് ബൈ. അറിയാതെ വന്ന് പെട്ടുപോയതാ ഒരു സിനിമ എടുക്കാൻ. അറിഞ്ഞപ്പോൾ ബേബി കുട്ടിനോട് ഞാൻ കേണപേക്ഷിച്ചു എവിടെയെങ്കിലും പോയി ഷൂട്ട് ചെയ്യാമെന്ന്. അവൻ സമ്മതിച്ചില്ല. എൻ്റെ വീഴ്ചയിൽ ഒരു കൈ തന്ന് സഹായിച്ചവനല്ലേ. ഞാൻ തകർന്നു പോയപ്പോൾ എന്നോടൊരല്പം സ്നേഹവും സഹതാപവും കാണിച്ച ഒരേ ഒരാളല്ലേ. എന്നെ ധിക്കരിക്കാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കണം. എന്നോ ഈ സമയത്താണ് നടക്കാൻ ഇറങ്ങുന്നെങ്കിൽ ഞാൻ എൻ്റെ സമയം മാറ്റിക്കൊള്ളാം. അയ്യോ, അത് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലേ. എന്തൊക്കെയായാലും ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചവരാണല്ലോ നമ്മള്. വിചാരം വേണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ എനിക്ക് ആ വിചാരം വേണ്ടെന്ന് നീയും പറയരുത്. എത്ര നാളായിട്ട് ശ്രമിക്കുന്നതെന്നറിയാവോ?
ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ ഇന്നലെയാ. അപ്പൊ തന്നെ ഫ്ലൈറ്റ് പിടിച്ച് ഞങ്ങൾ പോരുകയായിരുന്നു. രാത്രിയിൽ വന്ന് അപ്പുറത്തെ ഹോട്ടലിൽ മുറിയെടുത്തു. പേടിക്കണ്ട, ഒന്നിനും വേണ്ടിയിട്ടല്ല. കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അച്ഛനും ഞാനും നിന്നോട് എത്ര വട്ടം പറഞ്ഞതാ അവനുമായിട്ടൊരു ബന്ധവും കേട്ടില്ല. അനുഭവം കൊണ്ട് പഠിച്ചില്ലേ. തെറ്റ് തിരുത്തിയിൽ സന്തോഷമുണ്ട്. പക്ഷേ അവനും ഈ ഫിലിം സിറ്റിയിൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഭയായി. നിന്നെ വലവരത്തിലും അവൻ ഉപദ്രവിക്കപ്പെട്ട നീ അനാഥനും ചോദിക്കാനും പറയാനൊക്കെ ആളുകളുണ്ടെന്നും അവനും മനസ്സിലാവണല്ലോ. ഷൂട്ടിങ്ങിന് പോകാൻ ഇപ്പൊ തന്നെ വൈകി. ഷൂട്ടിംഗ് തീരാറായാ? റഫീഖ് ഇവിടെ? കുറച്ച് ദിവസമായിട്ട് ഞാൻ അവിടെ ഉണ്ട്. ഹുദൈൻ എനിക്കൊരു വേഷം തന്നു. തെലുങ്ക് പടമാണല്ലേ? അതെ. ഇനി എത്ര ദിവസം ഉണ്ടാവും? ഒരു 10 ദിവസം കൂടി. റഫീഖിന് സുഖമാണല്ലോ? അങ്ങനെ ചോദിച്ചാ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് സുഖവും സന്തോഷം ഉണ്ടെങ്കിലല്ലേ നമുക്ക് സുഖം ഉണ്ടാവുള്ളൂ. നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്നതിൽ ഞാൻ സന്തോഷിച്ചിരുന്നു. ആ സന്തോഷം ഇപ്പം ഇല്ലല്ലോ. നിങ്ങൾ തമ്മിൽ എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല. ഒരു തവണ ഞാൻ ഉദയനോട് ചോദിച്ചു, അവനൊന്നും പറഞ്ഞില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടു. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അവൻ ആഗ്രഹിച്ചിട്ടല്ല നിങ്ങൾ പിരിഞ്ഞതെന്ന്. ഉദയൻ പാവല്ലേ? അതൊന്നും പറഞ്ഞ റഫീഖിന് മനസ്സിലാവില്ല. മലയാളത്തിലല്ലേ പറയാ, ആ ഭാഷ കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാവും. തനിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളിനെ അതിനനുവദിക്കുന്നതല്ലേ റഫീഖ് നല്ലത്? തനിച്ച് ജീവിക്കാനോ? ഉദയൻ അങ്ങനെ പറഞ്ഞു? അയാളെ ഫ്രെയിമിലേക്ക് നോക്കി. ബസ് ലേറ്റാണ്, മഴ ഈവനായില്ല. അയാൾ ഇറങ്ങിയിട്ട് കുട്ടികൾ കയറിയാൽ മതി. പ്രൊപ്പല്ലർ കുറച്ചുകൂടെ ഏർലിയായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഉദയ, ഞാൻ മധുമതിയെ കണ്ടിരുന്നു. ആഗ്രഹമെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം കഴിച്ചത്? ഷൂട്ടിങ്ങിന്റെ ഇടയിലാണ് കാര്യങ്ങൾ പറയുന്നത്. Come on, here we go. രാജപ്പനെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഒരു വശത്ത്, റിലീസിംഗ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അതിനിടയിൽ ഇത് തീരുമെന്നുള്ള വേവലാതി വേറെ. അപ്പോഴാണ് താൻ അവളുടെ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്നോടവൾ ഉപദേശം ചോദിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരെ സംബന്ധിച്ച് നിർണായകമായ ഒരു സന്ദർഭം വന്നപ്പോൾ സ്വയം തീരുമാനമെടുത്തു. എന്നെ തനിച്ചാക്കിയിട്ട് അവൾ പോയി. പക്ഷെ മധുമതി വേണ്ട റഫി, ആ പേര് കേൾക്കുന്നത് തന്നെ എനിക്ക് അസ്വസ്ഥതയാണ്. പ്ലീസ്. ഈ ഫിലിം സിറ്റി ഗംഭീര സ്ഥലം തന്നെ. ഞങ്ങൾ വൈകുന്നേരം ചെറുതായിട്ടൊന്ന് കറങ്ങി. കുറച്ച് ദിവസം കൂടി ഇവിടെ താമസിച്ചാലെന്ന് ആലോചിക്കുക. ഷൂട്ടിംഗ് തീരാൻ ഇത്ര വൈകാറുണ്ടോ? ചില ദിവസങ്ങളിൽ. നിന്നെ കണ്ട കാര്യം അച്ഛനോട് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു. സത്യം പറഞ്ഞ ഫോണിൽ അച്ഛൻ കരയുകയായിരുന്നു. എന്തായാലും സ്വന്തം മോളല്ലേ, എവിടെയോ ജീവിച്ചിരിക്കണമെന്നറിയാം. പക്ഷേ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ഏതൊരച്ഛനും. നിന്റെ പണം കൊണ്ടാണ് വീടുണ്ടാക്കിയത്, കാറ് വാങ്ങിച്ചത്. അതെല്ലാം അവിടെ തന്നെയുണ്ട്. ഞങ്ങൾക്കൊന്നും വേണ്ട. ഈ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ നീ വീട്ടിലേക്ക് വരണം. അറിവുകേട് കൊണ്ട് ഞങ്ങൾ വല്ല തെറ്റും നിന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ മേലതൊന്നും ആവർത്തിക്കില്ല. പിന്നെ ഒരു കല്യാണം ശരിയായില്ല എന്ന് വെച്ച് എപ്പോഴും അങ്ങനെ തന്നെ ആവണമെന്നില്ലല്ലോ. നല്ല സാമ്പത്തിക ശേഷിയും നിന്നെ സ്നേഹത്തോടെ കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളിൻ്റെ കൂടെ വേണം നീ ജീവിക്കാൻ. അല്ലാതെ അതുപോട്ടെ, ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. വേറെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഉദയേട്ടനിൽ നിന്ന് അകന്നത്. ഒരുമിച്ച് ജീവിച്ചാലും ഉദയേട്ടൻ കഴിഞ്ഞിട്ട് എനിക്ക് ഈ ലോകത്ത് വരും. അല്ലെങ്കിലും മധുമതി ഒരു പാവം കുട്ടിയാ. അതുകൊണ്ടല്ലേ അവന്റെ വലയിൽ വീണത്. അവൻ വേന്ദ്രനല്ലേ, വേന്ദ്രൻ. ഇപ്പൊ തന്നെ ഷൂട്ട് ചെയ്യുന്ന പടത്തിലല്ല അവന്റെ ശ്രദ്ധ. നായികയായിട്ട് അഭിനയിക്കുന്ന ആ കുട്ടിയില്ലേ, അവളുടെ പുറകെ. പിന്നല്ലാതെ എനിക്ക് പണ്ടേ അറിയാവുന്നതല്ലേ അവനെ. മധുമതിയോടുള്ള സ്നേഹം കൊണ്ടാണ് അവൻ അവളെ കല്യാണം കഴിച്ചത്? അല്ല, അഭിനയിപ്പിച്ച് പണമുണ്ടാക്കാലോ എന്ന് കരുതിയാ. പക്ഷെ കല്യാണത്തിന് ശേഷം മധുമതി അഭിനയിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആളിനെ അങ്ങോട്ട് ഒഴിവാക്കി. അല്ലെങ്കിലും ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് സിനിമയിൽ. ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ ഐസ്ക്രീം കഴിക്കുന്നില്ല അകവത്തോടെയല്ലേ ആളുകൾ കല്യാണം കഴിക്കുന്നു, സെപ്പറേറ്റ് ആവുന്നതും ഒക്കെ. മലയാളത്തിൽ ഇത്തിരി കുറവാണെന്ന് മാത്രം. അതിവിടെയും വരണം. മിസ്റ്റർ ദിനേശ്, താങ്കൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. എൻ്റെ പല ബിസിനസ്സുകളും നോക്കി നടത്താൻ ഇപ്പോൾ ആളില്ല. സിനിമ പ്രൊഡക്ഷൻ, എസ്റ്റേറ്റ്, ഷോപ്പിംഗ് കോംപ്ലക്സ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു കുടുംബമായിട്ട് നമുക്കങ്ങനെ അങ്ങനെ ഞാൻ മറയില്ലാതെ പറയുകയാണ്. ആദ്യമേ മധുമതിയോട് എനിക്ക് ആരാധനയായിരുന്നു. ഒരുമിച്ച് അഭിനയിച്ച നാളുകളിൽ സ്നേഹമായത് വളർന്നു. പക്ഷെ അതിനിടയിൽ അവൻ കയറി വന്നെല്ലാം കുഴപ്പത്തിലാക്കി. ബട്ട് സ്റ്റിൽ ഐ ലവ് ഹർ. ഐ റിയലി ലവ് ഹർ. എന്തിനാണ് ദേവിയും രാമഭദ്രനുമായിട്ടുള്ള കോൺഫ്രണ്ടേഷൻ സീൻ വെച്ചിരിക്കുന്നത്? ഞങ്ങളത് പ്ലാൻ ചെയ്യാണ്. ദേവിയുടെ ഫ്ലാറ്റിൽ നിന്നുള്ള ജമ്പിങ്. അന്ന് പറഞ്ഞ എല്ലാ സന്നാഹങ്ങളും റെഡി ആയിരിക്കണം. ട്രാക്ക്, ബെഡ്, എവറിത്തിങ്. അതൊക്കെ റെഡിയായിരിക്കും.
പക്ഷെ പുതിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഫ്ലാറ്റിന് താഴെ വെച്ച് റഫീഖ് സരോജിനെ തല്ലുന്ന ഒരു രംഗമുണ്ടല്ലോ, അതിപ്പോ സമ്മതിക്കില്ലെന്നാ സരോജ് പറയുന്നത്. കാരണം ഒരു ജൂനിയർ നടൻ തല്ലുന്നത് അയാളുടെ ഇമേജിനെ ബാധിക്കുമത്രേ. പിന്നെന്ത് ചെയ്യാനാ അവൻ പറയുന്നത്? കഥ മാറ്റാനോ? മലയാളത്തിലെ ഒരു നടനും എന്നെ തല്ലണ്ട, ഹിന്ദിയിൽ നിന്ന് അമരീഷ് പുരിയെ വിളിക്കാൻ. അവന്റെ വല്യപ്പനെ എന്തിനാ അമരീഷ് എന്ന് അമിതാഭ് ബച്ചനെ വിളിക്കാം? ഇയാൾ ഇത്രയും വലിയ പുലിവാലായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. റിലീസിംഗ് ഡേറ്റും ഫിക്സ് ചെയ്തു, തിയേറ്റേഴ്സുമായിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്തു. എന്നിട്ട് ഇപ്പൊ ഇയാളെ തല്ലാൻ വേണ്ടി ബോംബെ അമരീഷ് പുരിയെ വരുത്തണമെന്ന് പറഞ്ഞ അമരീഷ് പുരി ഇതറിഞ്ഞ ബോംബെ തല്ലിക്കും. ഹലോ മിസ്റ്റർ ബേബിക്കുട്ടൻ, ഹലോ. നിങ്ങൾ ജോലികളിലായിരിക്കും എനിക്കറിയാം. എനിക്ക് മിസ്റ്റർ ഉദയനോട് ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കണമായിരുന്നു. എന്ത് കാര്യം? ഒരു മിനിറ്റ് കൂടുതൽ എടുക്കില്ല. ഒന്ന് പുറത്തേക്ക് വന്നാൽ. എനിക്ക് നിങ്ങളുമായി സംസാരിക്കാൻ വിഷയമില്ല. ഞാൻ ആദ്യമായിട്ടൊരു സിനിമയാണ്. ഇപ്പം അത് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. അയ്യോ, ഞാൻ വിഷമിപ്പിക്കാനൊന്നും വന്നതല്ല. ഉദയൻ സന്തോഷമുള്ള ഒരു കാര്യമാണ്, അതൊന്ന് അറിയിക്കണം, പോണം, അത്രേ ഉള്ളൂ. എനിക്ക് സന്തോഷമുള്ള കാര്യം നിങ്ങൾ എന്താണ്? ഉദയനെയും മധുമതിയെയും മനോജ്, ഞാൻ ഒരു വിധത്തിൽ എന്റെ ആൾ ഏற்கனவே வரீங்களா? അന്ന് ഞങ്ങൾക്ക് ഒത്തിരി വിഷമങ്ങളൊക്കെ ഉണ്ടായി. പോട്ടെ, അത് കഴിഞ്ഞല്ലോ. നിങ്ങൾ പിരിഞ്ഞു. കല്യാണം രജിസ്റ്റർ ചെയ്തുകൊണ്ട് പിരിയുമ്പോൾ നിയമപരമായി തന്നെ അത് ചെയ്യണം. അല്ലെങ്കിൽ ഉദയനും മധുമതിക്കും ഭാവിയിൽ അത് ബുദ്ധിമുട്ടാവും. കമ്പൈൻഡ് പെറ്റീഷൻ ആണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. ഇതിലൊരു ഒപ്പിട്ട ഞാൻ കോടതിയിൽ ഫയൽ ചെയ്തോളാം. അത് ചെയ്യണമല്ലോ. പക്ഷെ മധുമതി മാത്രം ഒപ്പിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്താലും അത് കോടതി അക്സെപ്റ്റ് ചെയ്യും. അല്ല, അത് കമ്പൈൻഡ് ആണെങ്കിൽ. അത് വേണ്ട. ഒരു കമ്പൈൻഡ് ഏർപ്പാടിനും എനിക്ക് താല്പര്യമില്ല. കൂടുതൽ സംസാരിക്കാൻ തൽക്കാലം എനിക്ക് സമയമില്ല. ഒരു ഒപ്പിടാൻ അത്രയ്ക്ക് സമയം വേണോ? മിസ്റ്റർ, ഒരു കാര്യം തന്നെ പലതവണ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ആ ഷോട്ട് സെറ്റ്. ഓക്കെ സർ. രഞ്ജി, ആ ഷോട്ട് സെറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ സിനിമയാ വരുന്നെങ്കിൽ എനിക്ക് എന്റെ സഹോദരന്റെ ജീവിതമാ വരുത്. മലയാള സിനിമയിൽ അവൾ കത്തി നിൽക്കുമ്പോഴാ ചെകുത്താനെ പോലെ വന്ന് താൻ അവളുടെ ജീവിതം തൊളിച്ചത്. ഭാഗ്യത്തിന് അവൾ വീണ്ടും അഭിനയിച്ചു തുടങ്ങി. സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ അവളെ കല്യാണം കഴിക്കാൻ ഒരുക്കുവാ. അതിനാ ഡൈവോഴ്സ് ഉടനെ വേണമെന്ന് പറഞ്ഞത്. ഒപ്പിടാനാ പറഞ്ഞത്. ഒപ്പിടാൻ എനിക്ക് മനസ്സില്ലടോ. ഷൂട്ടിംഗ് സ്ഥലത്താണോ ഡിവോഴ്സ് മണ്ണാങ്കട്ടയൊക്കെ? മര്യാദയ്ക്കാ ഞാൻ കാര്യം പറഞ്ഞത്. ഒപ്പിടിക്കാൻ മാറ്റി വഴികൾ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. നീ എന്നെ എന്ത് ചെയ്യടാ? പ്ലീസ്, ഏത് ഷൂട്ടിംഗ് സ്പോട്ടിൽ വിടുறாங்க ജസ്റ്റ്? നമുക്ക് ശരിയാക്കാം. ഞാനല്ലേ പറയുന്നത്. ദേവി അത് ഇപ്പൊ പോകും. ഞാൻ ഈ സിനിമ ഒന്ന് തീർത്തോട്ടെ. അല്ല ബേബിക്കുട്ടി, വന്നേ വന്നേ വന്നേ. ஒரு தடவை பண்ணிட்டே இருக்காங்களா? இங்க அவங்க அசால்ட்டா வந்து போறாங்க. இல்ல சப்பா மீன ஒத்துக்கவே மாட்டாங்க. அவங்களுக்கு தெரியாது பேபி கிட்ட சொல்றாரா இதெல்லாம் பண்ண நான் நினைச்சு பார்க்கவே மாட்டேன். പറയുന്നതിൽ വിഷമം തോന്നരുത്. എത്ര ശത്രുത ഉണ്ടായാലും ഇങ്ങനെയൊരു സന്ദർഭത്തിൽ ഈ രീതിയിലുള്ള ടോർച്ചർ ചെയ്തത് ശരിയായി. ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് മധുമതി അത് മനസ്സിലാക്കേണ്ടതാണ്. ഉദയന്റെ സിനിമയുടെ നിർമ്മാതാവായിട്ടല്ല, അവന്റെ സുഹൃത്തായിട്ടാണ് ഞാൻ പറയുന്നത്. ദയവ് ചെയ്ത് ഇനി അവനെ ദ്രോഹിക്കരുത്. ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ ചേട്ടനെ ഡൈവേഴ്സ് ആവശ്യപ്പെടാൻ ശരിയായ രീതിയല്ല. ഇനി അങ്ങനെ ചെയ്യരുത്. ചെയ്തു തന്ന സഹായങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയപ്പോഴാണ് എനിക്ക് വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നത്. ഇനിയും സഹായിച്ചേ അടങ്ങൂ എന്നാണെങ്കിൽ എനിക്ക് വേറെ വഴി. സ്നേഹം തോന്നുമ്പോ ഞാൻ എല്ലാവരും അവിടെ വന്ന് കണ്ടോളാം. അല്ലാതെ പുറകെ നടന്ന് എന്നെ ആരും സ്നേഹിക്കണ്ട. മനസ്സിലായല്ലോ? സരോജ് സാർ ഒന്നും അറിയണ്ട. പണം മുടക്കിയേച്ചാൽ മാത്രം മതി. ബാക്കി ഞങ്ങൾ ഏറ്റു. മാർച്ച് 1 എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ അന്ന് നമ്മൾ പൊറോട്ടയും പപ്പടവും ഗൾഫിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരിക്കും. അല്ല, എന്തിനാ ഗൾഫിലേക്ക് മാത്രമാക്കുന്നത്? യൂറോപ്പിലും അമേരിക്കയിലും ഉള്ള ഒരു പൊറോട്ട തിന്നുകയല്ലേ? അതിരിക്കട്ടെ, കാച്ചിയ പപ്പടമാണോ നമ്മൾ കയറ്റി അയക്കാൻ പോകുന്നത്? വിഡിത്തം പറയാതിരിക്കൂ. പച്ചവെള്ളം. പച്ചാളം. ഈ കാച്ചിയ പപ്പടമാവുമ്പോ എയർപോർട്ടിലുള്ളവന്മാർ തട്ടുകയും മുട്ടുകയും ചെയ്ത് പപ്പടം പൊടിഞ്ഞു പോകില്ല. മിസ്റ്റർ സരോജ്, ഫ്ലാറ്റിന് താഴെ ചെറിയൊരു സീനുണ്ടല്ലോ, അതിപ്പോ എടുത്തില്ലെങ്കിൽ ഫ്ലാറ്റിലെ സീൻ ഒന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും വെയിറ്റ് ചെയ്യാം. അതിലും വലിയ കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പൊറോട്ടയും പപ്പടവും എക്സ്പോർട്ട് ചെയ്യുകയാണ്. ഇതെന്റെ ബിസിനസ് പാർട്ട്നേഴ്സ് വത്സൻ കൊണ്ടോട്ടി, ബെൻസ് മാത്യു, കുരിയച്ചൻ തുട്ടിപ്പാറ. നമസ്കാരം. അപ്പൊ നമ്മുടെ പപ്പട ഫാക്ടറിയും പൊറോട്ട ഫാക്ടറിയും ഒരേ കെട്ടിടത്തിൽ തന്നെയാണോ പ്രവർത്തിക്കുന്നത്? അത് അപകടമാണ്. പൊറോട്ടയുടെ മൈദാമാവും പപ്പടത്തിന്റെ ഉഴുന്നുമാവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ എല്ലാം കുഴഞ്ഞു. ഗൾഫിൽ എത്ര മലയാളികൾ കാണും? കൃത്യമായിട്ട് അറിയില്ല. ഒരു 10-25 ലക്ഷം കാണാതിരിക്കില്ല. എന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള പൊറോട്ട ആവുമ്പോ എല്ലാ മലയാളികളും വാങ്ങിച്ചോളല്ലേ? സംശയമുണ്ടോ? സൂപ്പർ സ്റ്റാർ ആവുമ്പോ ഒരു ഗൾഫ് മലയാളി മിനിമം അപ്പൊ തന്നെ ദിവസം 50 ലക്ഷം പൊറോട്ട വേണ്ടി വരും. ഇത്രയും പൊറോട്ട ദിവസേന നമ്മുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കാൻ പറ്റുമോ? ലൈറ്റ് പോകുന്നതിന് മുമ്പ് നമുക്ക് ആ ഷോട്ട് അങ്ങ് എടുക്കായിരുന്നു. ഞാൻ പൊറോട്ട തിന്നുന്ന ഫോട്ടോ എടുക്കാനാണ് ഇവർ വന്നിരിക്കുന്നത്. അത് ഈ പാക്കറ്റിന്റെ പുറത്തൊട്ടിക്കാൻ. അത് കഴിഞ്ഞ് ഞാൻ വരും. അപ്പൊ നമുക്ക്
അവൻ ഉടനെയൊന്നും വരുന്ന ലക്ഷണമില്ല. ആ പാഷാണും പച്ചാളവും ഏതോ കുറെ ബിസിനസ് പാർട്ട്നേഴ്സും ഒക്കെ ചേർന്ന് ഫോട്ടോ എടുപ്പും ചർച്ചയൊക്കെ. അവൻ്റെ അമ്മയുടെ ഒരു പൊറോട്ടയും പപ്പടവും. അരമണിക്കൂറിനകം ഡേ ലൈറ്റ് പോവും. 19-ാം തീയതി പടം ഇറക്കണം. പറഞ്ഞിട്ട് എന്താ കാര്യം? വിളിച്ചിട്ട് വരണ്ടേ? കാലിനടിയിൽ നിന്നും മണ്ണൊലിച്ചു പോകുന്ന അവൻ അറിയുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഇറങ്ങി അവൻ്റെ 2 പടവും പൊളിഞ്ഞു. എന്നിട്ടും തെമ്മാടിത്തത്തിന് ഒരു കുറവും. ഒരു കാര്യം ചെയ്യാം ഉദയ, റഫീക്ക് തല്ലുന്ന സീൻ പിന്നെ എടുക്കാം. ഗായത്രിയുടെ ഡേറ്റ് തീരുകയാണ്. അതുകൊണ്ട് നമുക്ക് ഫ്ലാറ്റിനകത്തെ സീൻ ആദ്യം എടുക്കാം. രഞ്ജി, ലൊക്കേഷൻ ഷിഫ്റ്റ്. ലാലേട്ടനെ മരണത്തിലേക്ക് തള്ളിവിടാൻ കർട്ടന് പിന്നിൽ നിന്ന് കളിച്ചതും താൻ തന്നെയാണെന്ന് ഞാൻ ഊഹിച്ചു. ഇപ്പോൾ എല്ലാം ബോധ്യമായി. പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്. എന്നെ അപായപ്പെടുത്താൻ ഒരാൾ ശ്രമിക്കുന്നുണ്ടെന്ന്. കരച്ചിലൂടെ വീണ്ടും എന്റെ ബാലേട്ടൻ എന്നോട് എന്ത് സ്മരിച്ചു? റൂഥയ ദേവി, നീചനാണ് താൻ ജീവിച്ചിരിക്കുന്ന ഈ ലോകം, ബാലേട്ടൻ ഇല്ലാത്ത ഈ ലോകം എനിക്ക് വേണ്ട. അത്രയും പറഞ്ഞ് ദേവി താഴേക്ക് ചാടുകയാണ്. ഇതാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്ന സീൻ. അല്ല, ഭർത്താവിനെ വകവരുത്തി ഭാര്യയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന വില്ലൻ വേഷമാണോ സാറിന് പടത്തിൽ? ഈ സീൻ കണ്ട ലേഡീസ് ഓഡിയൻസ് കാറി തുപ്പും. ഇതെങ്ങനെ സംഭവിച്ചു? എന്റെ PA തിരക്കഥ വായിച്ചതാണല്ലോ. സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിനെ ഒരു പെണ്ണ് കയറി ഒന്ന് നീചനെന്ന് വിളിക്ക്. തിരക്കഥ വായിക്കാൻ ഞാൻ തന്നതാണ്. വായിക്കാത്തത് എന്റെ കുറ്റമല്ല. അല്ല, കഥയറിയാതെ ഒരു സീൻ മാത്രം നോക്കി കഥാപാത്രത്തെ വിലയിരുത്തരുത്. എന്നെ കരിവാരിത്തേക്കാൻ പുതുതായി ഉണ്ടാക്കിയ സീനാണോ ഇത്? അങ്ങനെയാണെങ്കിൽ മുഴുവൻ കഥ അറിഞ്ഞിട്ട് ബാക്കി അഭിനയിക്കാം. ഫുൾ തിരക്കഥയായിട്ട് മുറിയിലോട്ട് വാ. ആദ്യം മുതൽ വായിക്ക്, കേൾക്കട്ടെ. ഈ സിനിമയുമായിട്ട് ബന്ധമില്ലാത്തവരുടെ മുമ്പിൽ ഇത് വായിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ബന്ധമില്ലെന്ന് ആര് പറഞ്ഞു? സത്യത്തിൽ ഇവരെ ഞാൻ വിളിച്ചു വരുത്തിയത് തന്നെ എന്റെ ക്യാരക്ടറിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ തിരക്കഥ തിരുത്താൻ വേണ്ടിയാ. എന്റെ പല ഹിറ്റ് സിനിമകളുടെയും തിരക്കഥ തിരുത്തിയത് ഇവരാ. എങ്കിൽ പിന്നെ എന്തിന് തിരുത്തൽ മാത്രമാക്കുന്നു? ഇയാളുടെ മൊത്തം തിരക്കഥകളും ഇവരെ കൊണ്ട് എഴുതിപ്പിച്ചാ. എന്താ വിളിച്ചത്? ഇയാളെന്നോ? ഞങ്ങളുടെ സൂപ്പർ സ്റ്റാറിനെ കയറി ഇയാളെന്ന് വിളിക്കാൻ താൻ ആരോടോ? ഞാൻ പിന്നെ വരാം. താൻ പിന്നെ വരണമെന്ന് എനിക്ക് നിർബന്ധമില്ല. എനിക്ക് ദോഷം വരാത്ത രീതിയിൽ ഇവരെ കൊണ്ട് തിരുത്തി എഴുതിച്ചിട്ടേ ഞാനിനി അഭിനയിക്കുന്നുള്ളൂ. നല്ലതുപോലെ ആലോചിച്ചും ഉറക്കമിളച്ചും കഷ്ടപ്പെട്ടുമാണ് ഞാനിത് എഴുതി ഉണ്ടാക്കിയത്. അത് വഴിയെ പോകുന്നവരെ കൊണ്ട് തിരുത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആരാടോ വഴിയെ പോകുന്നവർ? സുഹൃത്തെ, നിങ്ങൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ എന്തിനാ നമ്മൾ തമ്മിൽ ആദ്യത്തെ സിനിമയല്ലേ ഇത്? ഇനി എന്നെ ദ്രോഹിക്കാൻ വന്നാലോ? ഞാനെന്താ ഭീഷണിപ്പെടുത്തണോ? മര്യാദയ്ക്ക് ഒത്തിരി ഒത്തിരി സഹിച്ചവനാ ഞാൻ. ഇനി വയ്യ. ഈ സിനിമയെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നിന്നെ കത്തിച്ചു കളയും. എങ്ങനെ തുടങ്ങാനാ? 8 മണി മുതൽ എല്ലാ ആർട്ടിസ്റ്റുകളും മേക്കപ്പ് ഇട്ട് റെഡി ആയിരിക്കുക. സൂപ്പർ സ്റ്റാർ വരണ്ടേ? ആനയിച്ചു കൊണ്ടുവരാൻ പോയ വിജയം വർക്കലയും കാണാനില്ല. കർത്താവേ, 4-5 സീനിന്ന് തീർക്കണ്ടല്ലേ? ബേബിക്കുട്ടനൊന്നും അവിടെ മരിച്ചല്ലേ. ഇനിയും വൈകിയാൽ എല്ലാം അവതാളത്തിലാകുന്ന അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ചോദിച്ചപ്പോഴല്ലേ അറിഞ്ഞത്. ഇന്നലെ രാത്രി തന്നെ ആള് സ്ഥലം വിട്ടെന്ന്. സാറിന് തരാനൊരു കത്തെഴുതി കൊടുത്തിട്ടാണത്രേ പോയത്. അഹങ്കാരി. സൂപ്പർ സ്റ്റാറുകളോട് കളിക്കാൻ ഒരുത്തനും വളർന്നിട്ടില്ല, മനസ്സിലായോ? എന്നെ കത്തിച്ചാൽ ഞാൻ അഭിനയിച്ചു കഴിഞ്ഞ സിനിമകളിൽ കൂടിയെങ്കിലും എൻ്റെ പേര് നിലനിൽക്കും. പക്ഷെ നീയോ ആദ്യ ചിത്രം പുറത്തിറക്കാൻ കഴിയാത്തവനായി, ആരാലും അറിയപ്പെടാത്തവനായി നരകിച്ച് നരകിച്ച് ചാവും. ഗുഡ് ബൈ ഉദയഭാനു, ഗുഡ് ബൈ. படம் தான் முடிக்க முடியாது. சீன் மாத்துன்றாரு, ஸ்டோரியை போயிட்டு என்ன பண்ணுவோம்? ஃபுல்லாக இவர் அவர் பின்னாடியே ஷார்ட் வச்சு காமெடி பண்ணிவிட்டு ആലോചിച്ച് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അവൻ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ചെന്ന് കാണാം. വേറെ വഴിയില്ലല്ലോ. അത് ഞാൻ സമ്മതിക്കില്ല. ഞാൻ കടപ്പെട്ടു പോയാലും ഇവനെ പോലുള്ള തെമ്മാടികളുടെ കാല് പിടിക്കാൻ തന്നെ ഞാൻ സമ്മതിക്കില്ല ഉദയ. പിന്നെ എന്ത് ചെയ്യും? സാറിനോടൊരു കാര്യം പറയാൻ. നമുക്ക് എല്ലാവർക്കും ശശിയുടെ റൂമിലോട്ട് ഇരിക്കാം. വരൂ. സിഗരറ്റ് എത്തുறாரு. ഷൂട്ടിംഗ് കഴിഞ്ഞു, ഞങ്ങൾ പോവാണ്. ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. വരാം, ഇപ്പൊ വരാം. நீ வந்தீங்கன்னா நான் கல்யாணம் வந்து നിൽക്കുന്നേ ഉള്ളൂ. വിവാഹത്തിന് ക്ഷണിക്കാനാവും കാണണമെന്ന് പറഞ്ഞു. അതോ എൻ്റെ പൂർണ്ണമായ തകർച്ച കണ്ട് ആസ്വദിക്കാനാണ്? സിനിമ മുടങ്ങി. വർഷങ്ങളായുള്ള എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഞാനും മടങ്ങുകയാണ്.
വിഷമിക്കണ്ട, എത്രയും വേഗം ഡിവോഴ്സിനുള്ള ഏർപ്പാടുണ്ടാക്കാം. ഞാൻ അയച്ചതല്ല ദിനേശ് ചേട്ടന്. സിനിമയോടുള്ള എല്ലാ ആശകളും മാറ്റിവെച്ച് ഉദയുടെ ഹോട്ടൽ ജോലിക്ക് പോയത് എനിക്ക് സഹിച്ചില്ല. ഞാൻ കാരണമാണല്ലോ അത് വേണ്ടി വന്നത്. അല്ലാതെ എനിക്ക് ഉദയേട്ടനോട് സ്നേഹമില്ലാഞ്ഞിട്ടാണെന്ന് കരുതിയോ? ഈ ലോകത്ത് എനിക്ക് സ്നേഹിക്കാൻ മറ്റാരാ ഉള്ളത്? எவ்வளோ காசு வேஸ்ட் ஆகும் முகேஷுக்கு. ബേബി കുട്ടൻ. വാ ഉദയ, എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? വിശദമായി പറയേണ്ടതുണ്ട്. കഥ ഞാനൊന്ന് പൊളിച്ചെഴുതി. പേടിക്കണ്ട, പുതിയ ട്രീറ്റ്മെൻറ്റ് ആദ്യത്തിനേക്കാളും ബെറ്റർ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സരോജ് കുമാർ എന്ന നടൻ മരിച്ചു പോയിരുന്നെങ്കിലും നമുക്ക് ഈ സിനിമ പുറത്തിറക്കിയല്ലേ പറ്റൂ. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഈ ഐഡിയ തോന്നിയത്. അവനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഷോട്ടും 3 സീക്വൻസുകളുണ്ട്. അത് അവനെ വെച്ച് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യും. ഒന്ന് റഫീഖ് അവനെ തല്ലുന്ന ഒരേ ഒരു ഷോട്ട്, പിന്നെ ദേവിയെ കാണാൻ അവൻ ഫ്ലാറ്റിൽ എത്തുന്ന സീൻ. ദേവി താഴേക്ക് ചാടുന്നില്ലേ, അത്. പിന്നൊന്ന് പോലീസ് അവനെ അറസ്റ്റ് ചെയ്യുന്നത്, സമ്മതിക്കില്ലെന്ന് അവൻ ശാഠ്യം പിടിച്ചത് കാരണം മാറ്റിവെച്ച സീനില്ലേ അത്. പിന്നെ പേടിച്ചു വരേണ്ട, അവൻ സൈക്കിക്കാകുന്നത്. ഇതൊക്കെ അവനെ വെച്ച് അങ്ങനെ ഷൂട്ട് ചെയ്യും. ഞാൻ പലരെയും കൊണ്ട് പറയിപ്പിച്ചു നോക്കി, പക്ഷേ അവൻ്റെ സമ്മതത്തോടെ നടക്കില്ല എന്ന് എനിക്കറിയില്ലേ. പിന്നെങ്ങനെ? അതിൻ്റെ പ്ലാനൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് സാധിച്ചെടുക്കാൻ ഒരു വലിയ സന്നാഹം തന്നെ വേണ്ടി വരും. മിനിമം 4 ക്യാമറകൾ, ഒരു ഫ്ലോർ മുഴുവൻ ലൈറ്റ് അപ്പ് ചെയ്യാൻ. അതൊക്കെ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം ഉദയ. 19 നമുക്ക് പടം റിലീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഉറപ്പ് എന്നോട് ചോദിക്കും. ലിയോ We will try our best. അങ്ങനെ ആകെ ഉണ്ടായിരുന്ന ഒരു പിടിവള്ളിയും പോയി. സൂപ്പർ ഹിറ്റ് ആകുമെന്ന് കരുതിയിരുന്ന ബോട്ട് നില പൊട്ടി. ആരും ഫോൺ വിളിക്കുന്നില്ല, ഡേറ്റും ചോദിക്കുന്നില്ല. നവരസങ്ങളുമായി ഞാൻ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോന്ന് എൻ്റെ പേടി. എക്സ്പോർട്ട് ചെയ്യാനെന്നും പറഞ്ഞുണ്ടാക്കിയ പൊറോട്ടയും പപ്പടവും ചാക്ക് കണക്കിനാ കെട്ടിക്കിടക്കുന്നു. കാലം ആ പൊറോട്ടയും പപ്പടവും തിന്ന് ജീവിക്കേണ്ടി വരും. അങ്ങനെ തോറ്റു കൊടുക്കുന്നവനല്ല രാജപ്പൻ. ഞാൻ പണം മുടക്കി, ഞാൻ സംവിധാനം ചെയ്ത്, ഞാൻ അഭിനയിച്ച് പടം ഇറക്കാനും എനിക്കറിയാം. ഈ പറഞ്ഞതിൽ ഒന്ന് മാത്രം അങ്ങ് വിട്ടേക്ക്. സംവിധാനം അത് വിവരമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ്. പിന്നെ നിർമ്മാണം, ഒരു പടം നന്നായിട്ട് പൊട്ടിയാൽ കടപ്പെട്ടു പോകാനുള്ള സ്വത്തേ ഇപ്പൊ രാജപ്പൻ്റെ ഉള്ളൂ. ബാക്കിയെല്ലാം ധൂർത്തടിച്ചും അറിഞ്ഞൂടാത്ത ബിസിനസ്. ഈശ്വര, വല്ല പ്രൊഡ്യൂസറും ആയിരിക്കണേ. ഹലോ, സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ ഹിയർ. ഗായത്രി, എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ നിന്നാ. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതായത് മധുമതി ഉണ്ടല്ലോ, ഉദയൻ സാറിൻ്റെ ഭാര്യയല്ലേ, അവരിപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. അവർക്ക് സാറിനോട് എന്തോ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് അത്ര. സാറിന് ഒന്നും ഇവിടെ വരെ വരാൻ പോകുന്ന പ്രവൃത്തി കൊണ്ട് താൻ മാറുമെന്നോ ജീവിതത്തിലെ പാഠങ്ങളെല്ലാം പഠിക്കുമെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ എൻ്റെ മനസ്സമാധാനത്തിന് ഇത് കൂടിയേ തീരൂ. കാട്ടെ, ഇനി രാജപ്പൻ വന്നിറങ്ങുമ്പോഴേ നീ മുഖത്താഞ്ഞടിക്കണം. ഗായത്രിയോട് അവൻ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ക്യാമറ 1. നിങ്ങൾ റെഡിയല്ലേ? ഞാൻ പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്തോളാം. ഓക്കെ, ഗെറ്റ് റെഡി. ഓക്കെ സാർ. റഫീഖ്, അവൻ വിളിച്ചിട്ട് നിന്നില്ലെങ്കിലേ പിടിച്ച് വലിച്ച് ക്യാമറ കാണണം. അവൻ അവന്റെ ഡ്രസ് ഇട്ടിട്ടല്ലേ വരിക. ഡ്രസ് ചെയ്താലും കുഴപ്പമില്ല, അതേ ഡ്രസ്സിൽ തന്നെ നമുക്ക് ചേസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കണം. താനെന്താ ഇവിടെ? താനെന്താ ഇവിടെ? ഞാൻ ഇവിടെ അവിടെ ഒരു ഫ്രണ്ടിനെ കാണാൻ. അത് നന്നായി. താനാ ഉദയന്റെ പടം ചെയ്യില്ലല്ലേ? അൻപഴകൻ, അവൻ വന്നു കഴിഞ്ഞു. ഫ്ലാറ്റിന്റെ ഡോറിൽ തട്ടുന്ന സമയത്ത് ക്യാമറ സ്റ്റാർട്ട് ചെയ്തണം. ഓക്കെ? ഓക്കെ. ഫ്ലാറ്റിൽ ഗായത്രിയും രാജപ്പനും സംസാരിക്കുന്ന ഡയലോഗ് പ്രശ്നമല്ല. അവൻ എന്ത് പറഞ്ഞാലും അവന്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നവരെ കൊണ്ട് നമ്മൾ മാറ്റി ഡബ് ചെയ്യിക്കും. ഫോളോയിങ്ങും അവന്റെ റിയാക്ഷൻസും കറക്റ്റായിട്ട് കിട്ടിയാൽ മതി. ഓക്കെ ഗായത്രി, ഡോർ തുറന്നോളൂ. വരൂ സാർ. സാർ ഇരിക്കൂ. മധുമതി വരുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ? എന്താണ്? 2 ആഴ്ച മുമ്പ്
എൻ്റെ ഭർത്താവ് മരിച്ചു. പത്രത്തിൽ വന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഓ മൈ ഗോഡ്, ഭർത്താവ് മരിച്ചെന്നോ? ഗായത്രിയുടെ കല്യാണം കഴിഞ്ഞതുപോലും എനിക്കറിയില്ലായിരുന്നു. പലർക്കും അതറിയില്ലായിരുന്നു. ഇറ്റ് വാസ് എ സൂയിസൈഡ്. ബാലകൃഷ്ണൻ എന്നായിരുന്നു പേര്. ഫിനാൻഷ്യൽ ആയിരുന്നു. ഒരു ഘട്ടം വരെ സ്ക്രിപ്റ്റ് പഠിക്കില്ലേ? ആരോ പിന്നിൽ നിന്ന് കളിച്ചതാ. ഡെപ്പോസിറ്റ് ചെയ്തവരെല്ലാം ഒരുമിച്ച് വന്ന പണം. ക്യാമറ 1 and 2 get ready. ബെഡ് ജൂനിയർ ആർട്ടിസ്റ്റ് എവരിതിങ് get ready. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. എന്നെ അപായപ്പെടുത്താൻ ഒരാൾ ശ്രമിക്കുന്നുണ്ടെന്ന്. എൻ്റെ ബാലേട്ടൻ എന്നോട് എന്ത് സ്നേഹമായിരുന്നു. നീചനാണ് താൻ. താൻ ജീവിച്ചിരിക്കുന്ന ഈ ലോകം, എൻ്റെ ബാലേട്ടൻ ഇല്ലാത്ത ഈ ലോകം എനിക്ക് വേണ്ട. ഗായത്രിക്ക് ആള് മാറി എന്നാ തോന്നുന്നത്. ഞാൻ സൂപ്പർ സ്റ്റാർ സരോജ് കുമാറാണ്. We got it. Steady cam. Camera 3 and 4, police, everything get ready. Security, please close the gate. Hurry. 360 എടുത്തിട്ടാ. എന്താ? ഞാൻ നിരപരാധിയാണ്. ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ അവൾ വിളിച്ചു വരുത്തിയതാണ്. ഗ്രേറ്റ്. കലക്കൂതേ. വേറൊരു പ്രശ്നമുണ്ട്. രായപ്പൻ ഇപ്പം നമ്മുടെ ഡമ്മി പോലീസിന്റെ കസ്റ്റഡിയിലാണല്ലോ. അവനെ കാണാനില്ലെന്ന് പറഞ്ഞ് ആ പച്ചാളം ബാസിയെ മറ്റോ യഥാർത്ഥ പോലീസിന് കംപ്ലൈന്റ് കൊടുത്താൽ നമ്മൾ കൊടുങ്ങും. അതുകൊണ്ട് അവൻ സൈക്കിക്കായി മാറുന്ന ഷോട്ടുകൾ എത്രയും പെട്ടെന്ന് എടുക്കണം. പറഞ്ഞോളൂ, എങ്ങനെയാണ് പ്ലാൻ? കൃത്യം 7 മണിക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സെറ്റിൽ നമ്മുടെ കണ്ടിന്യൂറ്റി ഡ്രസ്സ് ഇടിയിച്ച് അവനെ കൊണ്ടുവന്ന് തള്ളിയിടണം. പക്ഷേ സൈക്കിക്കായി മാറുന്നത് അവൻ അഭിനയിക്കണ്ടേ? വേണ്ട, അവൻ യഥാർത്ഥത്തിൽ അങ്ങനെ ആവാനുള്ള പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം കൃത്യമായി നടന്നാൽ അവൻ നിന്ന് കിടുങ്ങും, ഭയന്ന് നിലവിളിക്കും, ഓടും. എല്ലാ ആംഗിളിലും ക്യാമറകൾ വെച്ച് അത് ഷൂട്ട് ചെയ്യും. നമ്മുടെ ആളുകൾ ഇപ്പം തന്നെ ഫോൺ ചെയ്തിട്ട് 7 മണിക്ക് അവനെ അവിടെ എത്തിക്കാനുള്ള ഏർപ്പാടി. ഓക്കെ. வாங்கணும். பாவனா தான் இவரோட பாயிண்ட் ஆஃப் வியூல இருந்து அதுக்காக தான் நினைக்கிறேன். அதான் இது ஓடணும்னு சொல்லி நடிச்சிருக்காரு 9 வயசுல. கஷ்டங்களா என்ன நடக்குதுன்னு தெரியாம. எனக்கு தெரிஞ்சு இந்த லாஸ்ட் சீன் வந்து அவருக்கு அவார்டு கொடுத்துருவாங்க போல நினைச்சு. ரொம்ப ரியலிட்டியா நடிச்சிருக்கீங்க. ப்ரொடியூசர் சேர்ந்து அவரு ஜெகதி ட்ரெயின் பண்ண எல்லா எக்ஸ்பிரஷன்ஸும் வருது. இவரு பார்த்த എടാ രാജപ്പ, കഥയിൽ വരുത്തിയ ചില ഭേദഗതികളോടെ ഞാൻ എൻ്റെ സിനിമ പൂർത്തിയാക്കി. നിന്നെ പോലുള്ള വിവരദോഷികളും അല്പന്മാരുമാണ് മലയാള സിനിമയുടെ യഥാർത്ഥ പ്രതിസന്ധി. ഒട്ടനേകം പേരുടെ ചോരയിലും കണ്ണീരിലും കെട്ടിപ്പടുത്തതാണടാ സിനിമ. അത് നശിപ്പിക്കാൻ നോക്കിയ സംഭവം. ഈ മാസം 19-ന് തന്നെ സിനിമ റിലീസ് ചെയ്യും. അത് കഴിഞ്ഞ് തന്നെ ശരിക്കും ഞാനൊന്ന് കാണുന്നുണ്ട്. എല്ലാ കണക്കുകളും അന്ന്. ഹലോ, ഇവിടത്തേക്കുള്ള പ്രിന്റ് അടിച്ച് കിട്ടുമ്പോഴേക്കും മണി 3 സമയത്തെത്താൻ ട്രെയിനില്ല, ഫ്ലൈറ്റ് ഇല്ല, ആകെ ബേജാറാണ്. നോൺ ഷോ തുടങ്ങാൻ പറ്റുമെന്ന് എനിക്ക് സംശയമായിരുന്നു. MD സ്ഥലത്തുണ്ടോ? പുള്ളിക്കാരൻ കോയമ്പത്തൂരാ. എങ്ങനെയുണ്ട് ജനങ്ങളുടെ റെസ്പോൺസ്? ആവറേജാ.
സരോജ് കുമാറിന് കഴിഞ്ഞ കുറെ പടങ്ങൾ പൊളിവായിരുന്നല്ലോ. മാത്രമല്ല ഡയറക്റ്റ് ആണെങ്കിൽ പുതിയ ആളും. പക്ഷെ ഉദയഭാനു വളരെ എക്സ്പീരിയൻസ് ഉള്ള. അത് ജനങ്ങൾക്കറിയില്ലല്ലോ. പക്ഷേ പ്രതിഭയുള്ള പുതിയ ആളുകൾ വന്നാലേ സിനിമയ്ക്ക് ഇനി രക്ഷയുള്ളൂ. ഇത്തിരി കൊള്ളാവുന്ന പടമാണ്, തിയേറ്ററുകാർ മാക്സിമം സപ്പോർട്ട് ചെയ്യും. അഡ്വാൻസ് റിസർവേഷൻ പോരാ, അത് പ്രശ്നമാക്കണ്ട. മാറ്റിന് കഴിയുമ്പോൾ ജനങ്ങൾ തീരുമാനിക്കും. അതെ, എല്ലാം ദൈവത്തിന്റെയും ജനങ്ങളുടെയും കയ്യിലാണ്. ആ പിന്നെ സരോജ് കുമാർ ഈ ഷോയ്ക്ക് വരുന്നുണ്ടെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. ആണോ? ഡയറക്ടർ ഉദയഭാനു? ഇല്ല. ഉദയൻ, ഞങ്ങൾ തിയേറ്ററിലെത്തി, ഇവിടെ കാണുമെന്ന് പറഞ്ഞിട്ട്. ശരിയാണ്, എനിക്ക് വല്ലാത്ത ടെൻഷനാണ് ബേബിക്കുട്ട. ആളുകൾ എൻ്റെ സിനിമ എങ്ങനെ സ്വീകരിക്കുമെന്നൊക്കെയുള്ള. എന്തായാലും മാറ്റിനിയോട് ജനങ്ങൾ വിധിയെടുത്തു, ഭയപ്പെട്ടിട്ട് എന്ത് കാര്യം? അതൊക്കെ ശരിയാണ്. എന്നാലും ഒരെന്നാലും ഇല്ല, താൻ വന്നേ പറ്റൂ. സരോജ് കുമാർ പടം കാണാൻ സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടത്രേ. ആണോ? അതൊരു പ്രശ്നമാവല്ലോ. ആൾക്കാരുടെ ശ്രദ്ധ സിനിമയെന്ന് മാറി അവനിലേക്കാവോ? ചുമ്മാതിരി. പടം ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ പിന്നെ ജനം അവനെ ഒന്നും ശ്രദ്ധിക്കില്ല. ഒരു കാര്യം ചെയ്യും, അവിടെ എൻ്റെ കാറില്ലേ, അതെടുത്ത് ഉടനെ ഇങ്ങോട്ട് പോരുക. ഇല്ല, ഒന്നും പറയണ്ട. നമസ്കാരം. ഇതില്ല, മധുമതിയെ ഞാൻ പടം കാണാൻ വിളിച്ച കാര്യം എന്തുകൊണ്ട് ഉദയനോട് പറഞ്ഞില്ല? തുടങ്ങുമ്പോഴേക്ക് ഫുള്ളാവോ സാർ? നല്ലോണം പ്രാർത്ഥിച്ചു. പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു തള്ളിക്കയറ്റം ഇല്ല. ആണല്ലേ? ആ, പടം ഇപ്പൊ തുടങ്ങും, നമുക്ക് മേളിലിരിക്കാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് താഴെ ഇരിക്കാം. സൂര്യൻ ഉദിക്കുതാ. இது நான் கிஃப்ட்ல பார்த்துருக்கேன்டா. இது நான் இது வாட்ஸ்அப் ஸ்டிக்கர் சரியில்லை. நான் அப்பா நினச்சிக்கிறேன். உண்மையான ஆக்டிங் வாங்கியிருக்குது. நீ தான் டைரக்டர். கீழே போகல கீழே மை பாய் ஃபார் மை பாய்ஸ். നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം നമുക്ക് കിട്ടി. ഗംഭീര പെർഫോമൻസ് ആണ് സരോജ് കുമാറിന്റെ രണ്ടാം വരവായി കണക്കാക്കാമോ? എൻ്റെ വരവും പോക്കൊന്നുമല്ല വിഷയം. എൻ്റെ ആദ്യ വരവ് തന്നെ ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ ഉദയഭാനുവിൻ്റെ തിരക്കഥ മോഷ്ടിച്ചുകൊണ്ടായിരുന്നു. താരങ്ങളെ സൃഷ്ടിക്കുന്നത് വിവരമുള്ള ഫിലിം മേക്കേഴ്സാണ്. അവരാണ് യഥാർത്ഥ താരങ്ങൾ. ഉദയനെന്ന താരം ഞാനല്ല. എല്ലാത്തിനും മാപ്പ്. அடுத்த ஷோ முகேஷ் மாமா தெளிவான மனுஷன். உதயன்னு தாரம் நம்ம ஒரு கோடு ஒன்று கிராக் பண்ணியிருக்கோம். ஸ்ரீனிவாஸ் மோகன் பாபு. இந்த காம்போ வந்து நம்ம பார்த்துக்கணும். நல்ல நல்ல படங்கள் வந்து ரைட்டிங் தான், ஸ்க்ரீன் பிளே ரைட்டிங் அதே தான். ஸ்க்ரீன் பிளே ஒரு மாதிரி அவர் தான் ஸ்க்ரீன் பிளே எழுதுவார். ஆனால் கதையில் வந்து அவர் ஸ்க்ரீன் பிளே திருடி பெரியார் அவ்வளோ செம்ம டச்சாக இருந்துச்சு. அது இல்லாமல் அந்த பிளாட் ஒன்று இருந்துச்சுல்ல, இவர் வந்து படத்தை திருடி எடுக்கிறாரு. அதை வந்து இன்டர்மிஷன் வரைக்கும் ஓட்டிடலாம். ஆனால் அதை அங்கேயே முடிச்சு விட்டு அது அடுத்த ஸ்டோரி ஃபோக்கஸ் பண்ணி மூவ் பண்ணாங்க. அது நல்லா இருந்துச்சு.
கட்சியில வந்து அந்த கிளைமேக்ஸ் எடுத்த சீனு ஆமாடா நானா எப்படி நடிக்கிறேன் அவர் ஒன்று உயிர் பயத்தில் நடிச்சிருக்காருங்க. இன்னும் இவர் அவார்ட்லாம் வாங்குற வேற லெவலில் இருந்துருக்கும். அது நல்லா இருந்தது. இது அதுக்கப்புறம் அந்த ஸ்டார்டிங்ல அவருக்கு ஆக்டிங் சொல்லி கொடுக்கும்போது அவருக்கு அந்த எக்ஸ்பிரஷன்லாம் எதுவுமே வரல. கட்சியா அவர் பயத்துல பண்ணும்போது அதே மாதிரி பண்ணாரு. இவர் ஜெகதி சொல்லி கொடுத்ததுன்னு அதே மாதிரி வந்து அந்த ஃபிலிம் ஃபெஸ்டிவல் வந்து இப்படி தான் இருந்துச்சு, ஃபிலிம் ஸ்டுடியோ வந்து இப்படி தான் இருக்கும் அப்படின்ற மாதிரி அது காட்டினாங்க மாதிரி. ஏன்னா அப்பெல்லாம் இது காட்டியிருக்க மாட்டாங்க அவ்வளோ காசாமா. இதுக்கப்புறம் தான் நான் குசேல் எல்லாம் வந்துச்சு, அதில் தான் கொஞ்சம் ஓரளவு கம்மி ஆரம்பிச்சாங்க. சினிமாவில் இருக்கிறது எல்லாத்தையும் காட்டினாங்க. அது சினிமானாலே சென்னை வந்துடுறாங்க, அது ஒரு ட்ரெடிஷன் நினைக்கிறேன். அந்த டைம் பிரசாத் ஸ்டுடியோஸ் தானே அப்போ இது டாப்பு. ஸோ அது அதுக்கப்புறம் ப்ரொடியூசர் வந்து எவ்வளோ கஷ்டப்படுறாரு ஒரு படத்தை முடிக்கிறதுக்குள்ள. முகேஷ் தானே எப்பா எனக்கு எல்லாமே ஓகே தான். அவங்க அண்ணன் வந்து உங்ககிட்ட ஒரு நிமிஷம் பேசணும் உதயா அப்படி சொல்லும் போதுல இப்பெல்லாம் பேச டைம்ல போ அப்படின்ட்டாரு. இல்லை கொஞ்சம் பர்சனலான விஷயம் அப்படின்னா அதெல்லாம் பேச முடியாது, போயிட்டு பேசிட்டு இருந்த டைம் வேஸ்ட் பண்ணாதுப்பா பேசிட்டு வந்துருப்பா நீங்க கத்தத்துக்கு போயிட்டு பேசி முடிச்சுட்டு வந்துருப்பா முடிஞ்சிடும். இது நம்ம ஆளு சிம்பு நயன்தாரா சினிமா தெரியுமா, அந்த கடைசி ஷாட் அப்பா ஒரு முடிஞ்சிச்சுடா அவங்கள வச்சு படத்தை அந்த மாதிரி தான் முகேஷ். ஸ்ரீனிவாசனும் செம்மையா ஆக்ட் பண்ணிருக்காரு. சூப்பர் பண்ணியிருந்தாரு. ஆனா அது எனக்கு நிறையத்துல வந்து ரியாலிட்டியா இருந்ததுடா. ஏன்னா இப்போ பாத்துன்னு வச்சுக்கோங்க எல்லாரோட சூப்பர் ஸ்டாரும் இப்படிதான். எல்லா சூப்பர் ஸ்டார்ன்ற அது கூட அவங்க டாப். நார்மலா இப்போ ஸ்டார்டிங் ஒரு 2 படம் ஹிட் கொடுத்தவங்க 3 படம் ஹிட் கொடுத்து அந்த ஆட்டிடியூட் தான். இந்த சீன் கொஞ்சம் மாத்துங்க. அவர் சொன்னார் பத்தி 20 ஆஸ்திரேலியா ஆப்பிள் அப்புறம் ஜூஸ் நம்ம அதெல்லாம் இப்போ அந்த விவேக் கூட ஒரு 10ல எப்படி இருந்தனா அப்படி ஆயிட்டு அடிச்சு ஆப்பிள் ஜூஸ்னோட அந்த மாதிரி தான். அது அதே மாதிரி ஷூட்டிங் டைம்ல வந்து அந்த பிசினஸ் பேசுறது, ப்ரொஃபஷனலிசம் இல்லாம இருக்கிறது, அதெல்லாம் வந்து நிறைய இது நம்மளே பார்த்துருக்கோம். வந்து அதுதான் அந்த சின்ன சின்ன டச். அதே மாதிரி வந்து நான் அவ்வளோ பெரிய ஹீரோ, இவன் காலில் நான் விழுடுமா, இந்த இது நான் பண்ணுமான்னு சொல்லிட்டு நிறைய பேர் இருப்பாங்க. ஸோ அது எல்லாமே வந்து கொஞ்சம் அப்படியே சிங்க் ஆச்சு. இந்த நடுவில் மோகன்லால் கொஞ்சம் ஈகோ கட்டுப்படுத்திட்டு சரி நீ நடி, நான் வந்து ஸ்கிரிப்ட் ரெடி பண்ணுறேன், அது ஒரு படத்தில் வந்து என் ஸ்கிரிப்டில் நீ நடி. அவன் நடிக்கிறேன்னு சொன்னால் அவங்க பெரிய ஆர்டிஸ்டில் நடிக்கிறேன்னு சொன்னால் ப்ரொடியூசர் வந்துடுறாங்க, அழகாக ஒரு வேலையை முடிச்சுட்டு இருக்கலாம். ஆனால் ரொம்ப கஷ்டப்பட்டு போயிருக்காரு. மோகன்லால் படம் சூப்பராக இருந்துச்சு. ஆனால் இந்த படம் அவ்வளோ கமெண்ட்ஸ்லேயும் வரல. எங்களுக்கே சர்ப்ரைஸ் ஆகுது, நாங்கள் ஃபுல்லாகவே என்ஜாய் பண்ணுவோம். ஆமாம் 240 நினைக்கிறேன். ஆனால் அது போயிடுச்சு 2 hours மாதிரி தான் இருந்துச்சு. 2 hours எடுக்கிறாங்க சில பேர் படம். ஆனால் அது அதாவது ஸ்க்ரீன் ப்ளே தான். அது ஸ்க்ரீன் ப்ளேனால அடுத்தடுத்து போயிட்டே இருந்துச்சு. கரெக்டாக இருந்துச்சு, எல்லாத்தையுமே காட்டிட்டாங்க. ஏன்னா இப்போ ஒருத்தர் வந்து அவரோட இதில் வந்து ஸ்டார்டிங் பீரியட் வந்து ரொம்ப கஷ்டப்படுறாரு. அவருக்கு அந்த கஷ்டப்பட்ட விஷயம் அவர்கிட்ட இருந்து பறிக்கப்பட்டுச்சு. சரியா பறிக்கப்பட்டுச்சு, அவரால் எதுவுமே பண்ண முடியல. அவரும் போயிட்டு பேசுறது நீ இப்போ வந்து இப்போ ஜென்ரல் ஹியூமனா பார்த்து வச்சுக்க நம்மளுக்கு ஒரு ஆசை இருக்கும், நம்ம அதை ட்ரை பண்ணுவோம். பட் அது இன்னொருத்தர்னால நம்மளுக்கு கிடைக்கலன்னு வச்சுக்கோங்க, லைஃபே ஒரு மாதிரி டிப்ரெஸ்ட் ஆகாது, எல்லாத்துக்கும் கோவப்படுவோம். மயக்கம் என்ன எல்லாத்துக்கும் கோவப்படும், டிப்ரெஷன் போகாது, எல்லாத்துக்குமே கோவப்படுவோம். இப்போ அப்படின்ற மாதிரி அவர் வந்து சரக்கஸ்ட் சொல்ல இப்போ போட சண்டையா நீ அப்படின்ற மாதிரி. ஸோ அதெல்லாம் நல்லா டச் இருந்தது. நல்ல மூவி. நம்ம இந்த கோடை வந்து நம்மளோட ஃபாலோ பண்ணலாம். மோகன்லால் ஸ்ரீனிவாஸ் ரைட்டிங்ஸ் வந்து பார்க்கலாம், நல்லா இருந்தது. கொஞ்சம் ரொம்ப காமெடியாக எடுத்துகிட்டு போயிட்டு சில எந்த இடத்துல சீரியஸ்னஸ் வைக்கணுமோ அந்த இடத்துல சீரியஸ்னஸ், எந்த இடத்துல காமெடி வைக்கணுமோ அங்கே காமெடி எல்லாம் பார்க்கலாம். இல்லை ஒவ்வொரு கேரக்டர்ஸ் ஒவ்வொரு ஆர்டிஸ்ட்டுக்குமே ரோல் சூப்பராக இருக்குது. மீனாக்கு ஒரு ஸ்டோரி இருந்தது, அந்த இவரை அந்த சான்ஸ் கேட்டு வந்து அவரும் மஞ்சுமல் வைஸ்ரா அவங்க அப்பா அது எல்லாருமே அவரோட அந்த ரியாக்ஷன் தியேட்டரில் அவர் சீன் வரும்போது ரியாக்ஷன் கொடுத்தாரு, அதான் நான் செம்மையா இருந்துச்சு. நல்லா ஜெகதி இந்த மாதிரி தான் பண்ணி ஆக்ட் பண்ணணும். அவர் இல்லை அந்த நீ சொன்னியே இப்போ ஒருத்தர் சான்ஸ் கேட்டாரு, எல்லாரும் கை தட்டும்போது ஆஹா என்னங்களா கை தட்டாங்க இப்போ. இல்லை வேற ஒரு காம்போ பார்க்கலான்னு இருந்தோம், ஆல்ரெடி பார்த்த இது. பட் அது டெக்னிக்கல் இஷ்யூஸ்னால கிடைக்கல, டெக்னிக்கல் கிளிச் ஆயிடுச்சு. அதனால வந்து ஆனா என்னன்னா நம்ம வந்து இந்த படம் நீ நம்ம பாக்குறோம்டா, இது இந்த படம் சூப்பரா இருக்கும்டா, நம்ம நிறைய கமெண்ட்ஸ் வருது இந்த படம் பார்க்கலாம்னு சொல்லிட்டு எடுத்துட்டு வருவோம். ஆனா நம்மளுக்கு இந்த மாதிரி நம்மளோட காரணமா தான் தெரியும் ஏதாவது ஆயிடும்.
ஆனா அதுக்கு பதிலா இன்னொரு படம் பாக்குறேன். அது அதை விட கிட்டத்தட்ட 1 ஹவரா தேடி இந்த படம் பார்த்துருக்கோம். ஸோ நல்லா ஒர்த்தான மூவி தான். கண்டென்ட் இருந்ததுன்னா அது வந்து இப்போ இந்த வுட்டு அந்த வுட்டுலாம் கிடையாது. கண்டென்ட் இருந்ததுன்னா எந்த வுட்டு வேணாலும் பெஸ்ட் தான். சொல்லப்போனா இந்த படம் நீ கதையாத்தினா பெரிய கதை ஒன்றும் அவ்வளோ பெரிய கதைலாம் இல்லை. ஆனால் ஸ்க்ரீன் பிளே தான் இந்த படம். அது வந்து ஸ்க்ரீன் பிளே ஒன்றுமே இல்லாத ஸ்டோரியில் கூட நல்ல ஸ்க்ரீன் பிளேல கூட பார்க்க வைக்கலாம் அப்படிங்கிறது இந்த படம் ஒரு எக்ஸாம்பிள். எனக்கு தெரிஞ்சு இது வந்து மேபி அந்த டைம்ல வந்து அந்த எல்லாரும் சொல்லுவாங்களே டார்க் பீரியட் அப்படின்னு சொல்லிட்டு அந்த டைம்ல இந்த படம் நிறைய இடத்துல நம்ம நிறைய படம் பார்க்கல இன்னும் அந்த டார்க் ஏரால இருந்து. சரியா? ஸோ யாரையோ மென்ஷன் பண்ணிக்கிறாங்க, அது யாருன்னு புரியல. ஆனால் டார்க் ஏரால இந்த படம் எப்படி இருந்துச்சுன்னா கல்கி இன்ட்ரோ ஸ்டார்டிங்ல அஸ்வத்தாமன் நடந்து போகும்போது ஒரு பூ முளைச்சிருக்கும் பத்தியா, அந்த மாதிரி தான் இந்த படம் நல்லா இருக்கு. என்னன்னா அதான் இது வந்து யாரையோ பண்ணிருக்காங்க, கன்ஃபார்ம் தான். ஏன்னா நிறைய இடத்துல வந்து சொன்னாங்க உங்களை மாதிரி ஆளால தான்டா மலையாள மூவி டவுன். ஏன்னா சொன்னாரு 60 படம் வருது, அதுல 55 படம் வந்து ஃப்ளாப் தான் ஆகுதுன்னு அந்த அண்ணன் சொல்லியிருந்தாரு. சரியா? யாரையோ சொல்லி யாரு எனக்கு மைண்ட்ல ஆனா அவரா இருக்குமான்னு தெரியல. எனக்கு ரொம்ப பெயின்ஃபுல்லா எழுதுன இல்ல, ரொம்ப ரொம்ப மனசுலாம் கஷ்டப்பட்டு எப்படியாவது நம்ம வந்து நம்ம ஹுட்டை மேல தூக்கிட்டு வந்து இன்டைரக்டா இவனை அடிக்கணும்டா நம்ம அப்படின்ற மாதிரி எழுதின மாதிரி. நம்ம சொல்லணும்னா வேற யார் சொல்றது? யாரும் தெரிஞ்ச கமெண்ட்ல போட்டு. அதுவும் இல்லாம இன்னொன்னு வேற சொல்லியிருந்தாங்க, யாரோ 2 ரைட்டர் பேர் போட்டிருந்தாங்க. நான் அந்த அளவுக்கு பேர் கவனிக்கல. அவங்க சொல்லியிருந்தாங்க அவங்களாம் வந்து இப்போ ரொம்ப ரேரா தான் எழுதுறாங்க. அவங்களாம் எழுதியிருந்தா வந்து ஒன்றும் மேபி அங்கதான் எங்கேயோ பெருசா மிஸ்டேக் ஆகிதுன்னு நினைக்கிறேன். கிரவுண்ட் ஒர்க் நிறைய பண்ணி எழுதியிருக்காங்க ஸ்கிரிப்ட். அது யார் ஒரிஜினல் பிஹைண்ட் தி சீன்ஸ் யாருக்குறான்னு சொல்லிட்டு கமெண்ட் பண்ணு. ஸோ கைஸ் நம்ம வந்து வேறமான மூவி ஒன்று வர பார்த்துருக்கோம். ஸோ இன்னொரு வீடியோவில் இன்னொரு பார்க்கலாம். சரி பரத் சரி ஆஃப்.